ഗുഡ് ഈവനിങ് എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ വള എന്ന ചിത്രം പ്രേക്ഷകരുടെ മാത്രമല്ല നിരൂപകരുടെയും മുക്തകണ്ഠമായിട്ടുള്ള പ്രശംസ നേടിക്കൊണ്ട് ഇന്ന് കേരളമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഫാസ്റ്റ് ഫില്ലിങ്ങും ഹൗസ്ഫുൾ ഷോകളുമായിട്ട് മുന്നേറുകയാണ്. കഠിന കടോരമി അണ്ടകടാഹം എന്ന ചിത്രത്തിന് ശേഷം മുഹാസിൻ സംവിധാനം ചെയ്ത ചിത്രം, ഹർഷദ് തിരക്കഥ ഒരുക്കിയ ചിത്രം, ഗോവിന്ദ് വസന്ത സംഗീത സംവിധാനം ചെയ്ത ചിത്രം, നമ്മുടെ പ്രിയപ്പെട്ട ധ്യാൻ ശ്രീനിവാസനും ലുക്മാനും ശീതളും രവീണ രവിയും ഗോവിന്ദ് വസന്തയും ഒക്കെ അഭിനയിച്ച ചിത്രം. എല്ലാവരുടെ അഭിനയത്തിനും എല്ലാ സൈഡിലും ടെക്നിക്കൽ ക്രൂസിനും സംവിധാനത്തിനും ഒക്കെ എല്ലാം മ്യൂസിക് ഡയറക്ഷനും ഒക്കെ തന്നെ എല്ലാ സൈഡിൽ നിന്നും എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മീഡിയയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ ക്യാപ്റ്റൻ മുഹാസിൻ സംവിധായകൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു. ഹായ്, ആദ്യമായിട്ടാണൊരു പ്രസ് മീറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേദിയിൽ ഇരിക്കുന്നത്. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര സന്തോഷം തോന്നുന്നത്. ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിരുന്നു, കഠിന കടോരമി അണ്ടകട എന്ന് പറഞ്ഞിട്ട്. അത് സത്യത്തിൽ തിയേറ്ററിൽ അത്ര വർക്കായിരുന്നില്ല പടം. പക്ഷെ OTT-യിൽ ഇറങ്ങിയ സമയത്ത് വളരെയധികം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും നല്ല റിപ്പോർട്ട് കിട്ടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം അന്നുണ്ടായിരുന്ന ഒരു ടെൻഷനും ഒരു സങ്കടവും വേദനയും ഒക്കെ ഭയങ്കര ഭീകരമായിരുന്നു. കാരണം നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ചെയ്യാന്ന് പറയുന്നത് ഒരു പക്ഷേ സാധിച്ചോണമെന്നില്ല. എന്നിരുന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതിയിട്ട് നമ്മളൊരു സബ്ജക്റ്റ് എടുക്കുന്നു, നമ്മളതിന് എഫേർട്ട് എടുക്കുന്നു, നമ്മൾ സിനിമ ചെയ്യുന്നു. നമ്മുടെ ഇഷ്ടവും നമ്മുടെ ആഗ്രഹവും ഒക്കെയാണ് സിനിമ ചെയ്യുക എന്ന് പറയുന്നത്. അത് ചെയ്തിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. അതിൻ്റെ റിസൾട്ട് ചില ഡയറക്ടേഴ്സ് റിസൾട്ടിൽ ബോധേടാവാറില്ല. പക്ഷെ എന്നിരുന്നാലും റിസൾട്ട് ഉണ്ടാകുമ്പോൾ, നമുക്ക് അപ്രീസിയേഷൻസ് കിട്ടുമ്പോൾ, നമ്മളെ ആൾക്കാർ അംഗീകരിക്കുമ്പോൾ വീണ്ടും വീണ്ടും വളരാനും മുന്നോട്ട് പോകാനും ഒക്കെ അത് ഭയങ്കരമായിട്ട് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. രണ്ടാമതൊരു പടമായിട്ട് വരുന്ന സമയത്ത് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ചലഞ്ച് തിയേറ്ററിൽ അതെങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്ന രീതിയിൽ എങ്ങനെ അത് മേക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതായിരുന്നു. അത് തന്നെയായിരുന്നു ഞാനും ഗോവിന്ദും അല്ലെങ്കിൽ ലുക്കും ധ്യാനും എല്ലാവരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തതും. അങ്ങനെ ഒരു പാറ്റേണിലേക്ക് സിനിമനെ വർക്ക് ചെയ്യിപ്പിച്ചെടുത്തതും ഒക്കെ ഇപ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ, നല്ല റിവ്യൂസ് വരുന്നു എന്നറിയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഇനി മുന്നോട്ട് പോകുന്ന അവസരങ്ങളിൽ അടുത്ത സിനിമ ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇനിയും കുറച്ചും കൂടെ തിയേറ്ററിലേക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ള സാധനം ഇനിയും അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്നൊക്കെ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മുഹസിൻ, ഈ ഒരു ചിത്രം ആദ്യം പ്ലാൻ ചെയ്തിരുന്നപ്പോൾ ധ്യാനും ലുക്മാനും തന്നെയായിരുന്നോ മനസ്സിൽ? ഇല്ല, ലുക്കും ഉണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് ഡിസ്കഷൻസിന് ശേഷമാണ് ധ്യാനിലേക്ക് എത്തിയിട്ടുള്ളത്. ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധ്യാനിൻ്റെ ഫേസസ് നമ്മൾ എപ്പോൾ കാണുമ്പോഴും ധ്യാൻ എപ്പോഴും ഒരു ക്യൂട്ട് ഫേസ് ഉണ്ട്, നമ്മളൊക്കെ കയ്യിലെടുക്കാവുന്ന ഒരു ധ്യാനുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അയാളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂക്കഡ് ഫേസും ഉണ്ട്. ആ ഫേസ് ആയിരുന്നു എനിക്ക് സത്യത്തിൽ വേണ്ടിയിരുന്നത്. അതാ ധ്യാനിലേക്ക് എത്താണ്ടായിട്ടുള്ള റീസൺ. കഠിന കടോരമി അണ്ടകടത്തിന് ശേഷം വീണ്ടും ഗോവിന്ദ് വസന്ത, അപ്പം ഇദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പടത്തില്. എന്താണ് അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള ഒരു പ്രചോദനം? ആക്ച്വലി ഗോവിന്ദാണ് എൻ്റെ സോൾമേറ്റ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഡയറക്ടർ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എഡിറ്റർ ഒരു വലിയ ഫാക്ടറാണ്, മ്യൂസിക് ഡയറക്ടർ ഒരു വലിയ ഫാക്ടറാണ്, ആൻഡ് ക്യാമറമാൻ. ഡയറക്ടറുടെ കണ്ണാണ് യഥാർത്ഥത്തിൽ ക്യാമറമാൻ. സെക്കൻഡ് ഡയറക്ടർ ഓഫ് ഫിലിമാണ് ഞാൻ വിശ്വസിക്കുന്ന പ്രകാരം എഡിറ്റർ. പിന്നെ വരുന്നത് മ്യൂസിക്. മ്യൂസിക് എപ്പോഴും ലൈഫ് കൊടുക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിക്ക്, അല്ലെങ്കിൽ നമ്മൾ മോൾഡ് ചെയ്യുന്ന ഒരു രൂപത്തിന് ലൈഫാണ് യഥാർത്ഥത്തിൽ മ്യൂസിക് എന്ന്. ഞങ്ങളാണെന്ന് പറഞ്ഞ പടം യഥാർത്ഥത്തിൽ ഗോവിന്ദ് ജീവൻ കൊടുത്തിട്ടുള്ള സിനിമയാണ്. ഗോവിന്ദിൻ്റെ ജീവൻ അതിൽ കൃത്യമായിട്ട് നമുക്ക് ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അത്രമാത്രം ഇൻറ്റൻറ്റോട് കൂടിയിട്ടാണ് ഗോവിന്ദ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരുന്ന സമയത്തും എനിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ടി വന്നിട്ടില്ല ഗോവിന്ദ്. കാരണം എപ്പോഴും ഞാൻ ചിന്തിക്കുന്നതും ഗോവിന്ദ് ചിന്തിക്കുന്നതും
ഒരേപോലെ ആയി വരാറുണ്ട് പലപ്പോഴും എന്നുള്ളതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അല്ലെങ്കിൽ ഒരു ഇൻറ്റിമസി അങ്ങനെയാണ് വർക്കൗട്ട് ആയിട്ടുള്ളത്. ഗോവിന്ദനെ അഭിനയിപ്പിക്കണം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യാമിയോ അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ അപ്പിയറൻസിലാണ് ആ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ അതിന് ആര് വേണം? നമുക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഗെറ്റപ്പിലൊരു മനുഷ്യനായിരിക്കും, പക്ഷെ സ്റ്റാർഡം ഉണ്ടാകാൻ പാടില്ല. സ്റ്റാർഡം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കുറച്ചും കൂടെ സംഗതികൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ അല്ലാത്ത ഒരാൾ എന്നാൽ ഫ്രെയിമിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ കുറച്ചൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ടാവണമെന്ന് തോന്നിയ സമയത്താണ് ഗോവിന്ദിലേക്ക് പതുക്കെ ഡൈവേർട്ടായിട്ട് ചർച്ച വന്നത്. ഗോവിന്ദനെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഗോവിന്ദനെ കണക്ട് ചെയ്യുമ്പോൾ സ്വതവേ മടിയനായിട്ടുള്ള മനുഷ്യൻ എന്താണോ പറയാനുള്ളത്, ഇല്ല ഇല്ല ഇല്ല, ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് അഭിനയിക്കാൻ, പക്ഷെ മടിയാണ്, വരില്ല, അയാളുടെ പണി അതല്ല എന്നാണ് അയാൾ പറയാറുള്ളത്. പിന്നെ എനിക്കുള്ള സംഗതി എന്താ വെച്ചാൽ, ആ ക്യാരക്ടറിനെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ ഭയങ്കര പിക്കി ബ്ലൈൻഡേഴ്സ് ഫാനാണ്, ഗോവിന്ദും പിക്കി ബ്ലൈൻഡേഴ്സ് ഫാനാണ്. ഷെൽബിയുടെ അയാളുടെയും എൻ്റെയൊക്കെ ഒരു മോഡ്. അപ്പോൾ അത് തന്നെയായിരുന്നു ആ ക്യാരക്ടറിൻ്റെ റെഫറൻസ്. അപ്പോൾ ഞാനത് വളരെ നൈസായിട്ട് ഗോവിന്ദിൻ്റെ വൈഫ് രഞ്ജുവിനോട് അവതരിപ്പിക്കുകയും ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽ ബ്രീഫിങ് കൊടുക്കുകയും ചെയ്തതോട് കൂടിയിട്ട് രഞ്ജു എക്സൈറ്റഡ് ആവുന്നു. അന്ന് രഞ്ജു പ്രഗ്നൻ്റ്. അപ്പോൾ അന്ന് രഞ്ജു ഗോവിന്ദിൻ്റെ അടുത്ത് പ്രഗ്നൻസി വിഷയമായിട്ടാണ് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പിന്നെ ഗോവിന്ദിന് വേറെ ഒന്നും ചെയ്യാനില്ല, അയാൾ വരുന്നു, അഭിനയിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഗോവിന്ദിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. അദ്ദേഹം തിയേറ്ററിൽ വന്നിട്ട് കൂടി ഇറങ്ങി ഓടിയാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കാം. അതിനു മുമ്പ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം എന്ന ചിത്രം കഴിഞ്ഞതിന് ശേഷം ആദ്യ ദിവസം തന്നെ പ്രേക്ഷകരെ കൊണ്ടും നിരൂപകരെ കൊണ്ടും ഇത് വേറിട്ട ലെവൽ എന്ന് പറയിപ്പിച്ച, തന്റെ അഭിനയം എന്ന് പറയിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ധ്യാൻ ശ്രീനിവാസൻ, പ്രേക്ഷകരുടെ അഭിപ്രായത്തെക്കുറിച്ച്, നിരൂപകരുടെ അഭിപ്രായത്തെക്കുറിച്ച്. അവർക്ക് ഒന്നിക്ക് 5 ലക്ഷം കൊടുത്തു, വർഷത്തിന് 7 ലക്ഷം രൂപ അല്ല, ധ്യാൻ എപ്പോഴും ആരെയും കളിയാക്കാറില്ല. ഇപ്പൊ സിനിമയെ ആര് കളിയാക്കിയാലും, ധ്യാന്റെ സിനിമകളെ കളിയാക്കിയാലും ധ്യാൻ ആരെ തിരിച്ച് അങ്ങനെ എല്ലാരും സംശയം അതാണ് അല്ല. അവരൊന്നും അങ്ങനെ ചെയ്യില്ല. നിനക്കൊക്കെ സംശയം ഉണ്ട്, അജ്മൽ എനിക്ക് ഡൗട്ട് ഉണ്ടായില്ലേ അങ്ങനെ പറഞ്ഞപ്പോ ഇല്ലേ? അവരൊന്നും അങ്ങനെ വായിച്ചിട്ടൊന്നും ചെയ്യുന്ന ആൾക്കാർ, വളരെ ജെന്യൂനായിട്ട് സിനിമയെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ്, മനസ്സിലായോ? അവരെ ലെവൽ വെച്ച് അതിന് വേണ്ടി കൂട്ടുവെക്കൂല. ആദ്യമായിട്ട് ഒരാളെ സിനിമ നല്ലത് അല്ല, എന്തായാലും ഫസ്റ്റ് ദിവസം തന്നെ ഇവര് പോയി നമ്മുടെ സിനിമകൾ എന്തായാലും കാണും. പക്ഷെ ഒന്നടങ്കം നല്ലത് പറഞ്ഞത് എനിക്കൊന്ന്, പ്രത്യേകിച്ച് ഉണ്ണിയും കോക്കും ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം റിവ്യൂവേഴ്സിൽ മെയിൻ ആയിട്ടുള്ള 2 ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് 2 പേർക്കും സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ റിവ്യൂ കാണുന്ന ഒരുപാട് ലക്ഷം ആൾക്കാരുണ്ട്. ആ ലക്ഷത്തിന് ഒരു 50,000 അല്ലെങ്കിൽ അതിന്റെ പകുതി ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് ഇവരെ ഫോളോ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലോ. അല്ല, കുറച്ച് വരുമ്പോൾ സിനിമ ഉണ്ടാക്കാൻ നമുക്ക് വലിയ ഉപകാരമായിരിക്കും. കാരണം ഓണം കഴിഞ്ഞ് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഓണം കഴിഞ്ഞ് നിൽക്കുമ്പോഴുള്ള റിലീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയൊരു ഡൾ ഫേസ് ഉണ്ട്. കാരണം തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നത്, ഫാമിലിയൊക്കെ വരുന്നത് ചിലപ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട്. ഓണം കഴിഞ്ഞു, അപ്പം ഇനി കുറച്ച് അടുത്ത സീസണിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് എന്ന് പറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി വരണം. കാരണം ഇത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്താൽ മാത്രമേ നമ്മൾ, കാരണം അങ്ങനെ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടി തന്നെ മേക്ക് ചെയ്തിട്ടുള്ളൊരു സിനിമയാണെന്ന് വിശ്വസിക്കുന്നു. ഒരു പരിധി വരെ അവർക്ക് കുറച്ചുകൂടെ കണക്റ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പം എനിക്ക് തോന്നുന്നു ലോകയൊക്കെ കണ്ടു നിൽക്കുന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എത്രത്തോളം, ഞാൻ ലുക്കിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എത്രത്തോളം അവർക്ക് വലിയ മാസീവ് സിനിമകൾ, അത്തരം സിനിമകൾ മാത്രം ഉണ്ടായ പോലല്ലോ. അപ്പം കുഞ്ഞു സിനിമകൾ വേണം, ഇത്തരം ഹ്യൂമൻ ഇമോഷൻസും അല്ലെങ്കിൽ ഇത്തരം ചെറിയ അല്ലെങ്കിൽ നാട്ടുമ്പുറം അല്ലെങ്കിൽ നാടൻ സിനിമകളൊക്കെ വേണം. അപ്പം ഇൻഡസ്ട്രിയെ എന്നാലും മാത്രമേ ഇങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് നിലനിന്ന് പോകുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ക്രിട്ടിക്കലി ഇതിനെ വലിയ രീതിയിലുള്ള ഒരു അക്ലമേഷൻ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് കിട്ടി. പക്ഷേ ഇനി ഓർഗാനിക്കായിട്ട് വരേണ്ട ഓഡിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ട് നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫാമിലിയൊക്കെ വന്ന് ഈ ഒരു ചെറിയ സിനിമയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്
എന്തായാലും ആ സൈഡ് നമ്മൾ സേഫ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും വരുന്ന ചോദ്യമാണ് അശ്വതിന് ഇഷ്ടമായില്ലല്ലോ, മറ്റേ ഇവർക്ക് ഇഷ്ടമായില്ല. ഇപ്പൊ ഇവർക്ക് രണ്ടാൾക്കും ഇഷ്ടമായി. അവർ രണ്ടുപേരും നല്ല റിവ്യൂ അവർക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ അവർ എല്ലാ കാലവും അവരൊക്കെ തന്നെ നല്ല സിനിമ അവർക്ക് ഇഷ്ടപ്പെടുന്നത്. ഇതൊക്കെ അവരെ കുട്ടിയൊക്കെ എപ്പോഴും പറയുന്നതാണല്ലോ, ഇതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അശ്വതിന്റെ ആയിക്കോട്ടെ അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ബാക്കി സിനിമ കാണണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കും. സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഓരോ ആൾക്കാരുടെ ഇഷ്ടം, എൻ്റെ ഇഷ്ടമായിരിക്കില്ല എൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. എന്തായാലും ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ആ കൂട്ടത്തിലുള്ള ആൾക്കാരെങ്കിലും പോയിട്ട് സിനിമ കാണണം. എന്തായാലും നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് കുറച്ചുകൂടെ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കും. ഇതിൽ പലപ്പോഴും ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടനോട് അഭിമുഖങ്ങളിൽ അവതാരകൻ ഈസിയായിട്ട് ചോദിക്കാം, ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് വായിച്ചില്ലേ? ധ്യാൻ വളരെ രസകരമായി തന്നെ പറയാറുണ്ട്, സ്ക്രിപ്റ്റ് വായിച്ചില്ലെന്ന് രസകരമായ രീതിയിൽ മറുപടി കൊടുക്കാറുണ്ട്. ഇതിൽ ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ഷെയ്ഡ്, ഇതിൽ എല്ലാത്തരം ആൾക്കാരും, എല്ലാ സെന്റേഴ്സിൽ നിന്നുള്ള ആൾക്കാരും കൃത്യമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒപ്പം ധ്യാൻ ചെയ്തിരിക്കുന്ന ആ റോള് ഏറ്റവും ഡീസൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന, ഏറ്റവും ഗംഭീര അഭിപ്രായം ആണ് എല്ലാ സ്ഥലത്തു നിന്നും വന്നിരിക്കുന്നത്. അപ്പൊ ധ്യാൻ ആക്ച്വലി ഇതിന്റെ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് വായിച്ചിരുന്ന എന്താണ് മുഹാസിന്റെ ഈ പടം വള ചെയ്യാനുള്ള പ്രചോദനം? എനിക്ക് ഇപ്പോഴും എന്റെ കഥ ഫുള്ളായിട്ട് എനിക്ക് മനസ്സിലായി വരുന്നുള്ളൂ. വസീലിന്റെ അടുത്ത് വന്നിട്ട് ഇതിന്റെ ഒരു കഥ ഐഡിയ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എനിക്കിതുവരെ ഇപ്പൊ ഇവരിങ്ങനൊരു കാര്യം എൻ്റെ അടുത്ത്, നമ്മുടെ അടുത്തേക്കൊക്കെ ഇതുപോലത്തെ സാധനമൊക്കെ വരുന്നത് തന്നെ വളരെ വിരളമാണ്. അപ്പം ഇങ്ങനൊരു സാധനം നമ്മൾ വെച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകം തോന്നും. ലുക്കുവിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു സാധനം. അപ്പോൾ ലുക്കുവിന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വഴി ഇവനെ എനിക്ക് കഥകളിലും കൂടിയൊക്കെ അറിയാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് എൻ്റെ ഒരു കൗതുകം. അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ അർഷദൊക്കെ എഴുതുന്നു, മോസ്റ്റ്ലി കഴുകണത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കഴുകണം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ബേസിലിൻ്റെ വഴിയൊക്കെ എനിക്ക് നമുക്ക് അറിയാം. അപ്പം ഒരുപാട് സ്നേഹം, സിനിമയോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സിനിമയോട് വളരെ സ്നേഹമുള്ള ആൾക്കാരോട് സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ലുക്കുവിൻ്റെ ഒരു ഐഡിയ പറയുമ്പോഴും, അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അവന് ഇതിനോടുള്ള, അല്ലെങ്കിൽ അവൻ്റെ ഒരു അപ്രോച്ച് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംവിധായകരോട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അവർ നമ്മൾ തക്ക സമയത്ത് നമ്മളെ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് എന്താ പറയണ്ട ഓഫായാലും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് നമ്മളെ വന്ന് പറഞ്ഞു തരികയും ഇതിങ്ങനെയാണ് ഇതൊന്ന് ഇതാവുന്നുണ്ട്, അല്ലെങ്കിൽ അപ്പോൾ അത് കംപ്ലീറ്റ്ലി മോസിയുടെ മാത്രം ക്രെഡിറ്റിൽ പോകുന്നതാണ് ഈ പറയുന്ന. കാരണം കഥ ഒരു ഐഡിയ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു സ്ക്രീൻ പ്ലേ ആയിട്ടൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കൃത്യമായിട്ട് ഓരോ ഘട്ടമായിട്ട് എനിക്ക് ഓരോ ദിവസത്തെ കാര്യങ്ങൾ എന്താണ്, സീൻ എന്താണെന്നുള്ളതിന് കമ്മ്യൂണിക്കേഷൻ വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും തോന്നിയില്ല. എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമായിരുന്നില്ല. കാരണം ആദ്യം ചെയ്യുമ്പോൾ നമുക്കറിയില്ല, നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല ഇത്തരം. പക്ഷേ പുള്ളി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സെക്കൻഡ് ഡേ തൊട്ടിട്ട് എന്നോട് പറഞ്ഞു വളരെ ഓക്കെയാണ്, പരിപാടി ഓക്കെയാണ്, നന്നായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു വിശ്വാസം ഇപ്പോൾ തിയേറ്ററിൽ വരുമ്പോഴും ആൾക്കാർ നല്ലത് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. നേരത്തെ സംവിധായകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മമ്മൂസിൻ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ, കാരണം ധ്യാൻ ഇതുവരെ കാണാത്തിരുന്നില്ല, ഞാൻ ഫുൾ സംതൃപ്തി നൽകുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമായിരിക്കും ധ്യാൻ ചെയ്യുന്നുള്ളത്. ഇനി അടുത്ത ആളുടെ കാര്യം പറഞ്ഞാൽ മറ്റൊരു നായകൻ ലുക്മാൻ ഒറാൻ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നായകനാണ്. ഇതിലെ പ്രത്യേകിച്ച് ലുക്മാൻ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളുമായിട്ട് സീൻസ് ഉള്ളത് ലുക്മാൻ ആണ് ഈ ചിത്രത്തിൽ. പക്ഷെ ഓരോ കഥാപാത്രങ്ങളുടെ സീൻ ചെയ്യുമ്പോഴും ആ ഒരു വ്യാപ്തി കൂടി പോകുന്ന രീതിയിലാണ് ഇതിലെ കഥാപാത്രം പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്താണ് പ്രേക്ഷക അഭിപ്രായത്തെ കുറിച്ച് പറയാനുള്ളത്, കഥാപാത്രത്തെ കുറിച്ച്? എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങള് ഇപ്പൊ നേരത്തെ റിവ്യൂസും ഇതൊക്കെ നല്ല പോസിറ്റീവ് റിവ്യൂ വന്നാൽ പോലും അത് എന്തുകൊണ്ടും ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളെപ്പോഴും ഭയങ്കര ഹാപ്പി ആക്കുന്നത് പ്രേക്ഷകരുടെ റിവ്യൂ, സാധാരണക്കാരും എല്ലാവരും തിയേറ്ററിൽ പോയി പടം കണ്ട് അവര് അഭിപ്രായം പറയുമ്പോൾ തന്നെയാണ്. അപ്പൊ അതിന് എന്തായാലും ഇങ്ങനത്തെ റിവ്യൂകളൊക്കെ നമുക്ക് ഒരു ധൈര്യം തരുന്നുണ്ട്. ആളുകൾ തിയേറ്ററിൽ വരുന്നു. ധ്യാൻചേട്ടൻ പറഞ്ഞ പോലെ എല്ലാവരും കാണാത്തവർ മാക്സിമം തിയേറ്ററിലെത്തുക. അത് ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന, ഫാമിലിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. പിന്നെന്താ ഇതിനകത്ത് പ്രകടനം ചെയ്യാനുള്ളത്, ഇതിൽ വിജയരാഘവൻ സാറും ശാന്തികൃഷ്ണ മേനോനുമായിട്ടുള്ള കോമ്പിനേഷൻസ് അത് പറയുന്നുണ്ട്. അല്ല, അതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതൊക്കെ മുഹാഷിന്റെ ക്രെഡിറ്റ് പോണ തന്നെയാണ്. അത് നമുക്കൊരു
ഐഡിയ ഉണ്ടാവും, അത് പരിപാടിയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നമ്മളൊരു പ്ലാനൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷെ മുഹാഷിന് മറ്റൊരു പ്ലാൻ ഉണ്ടാവും. അപ്പോൾ അതായിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് എപ്പോഴും ഒരു നല്ല ആക്ടർ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ മറ്റത് നമ്മൾ തന്നെ ആവും. നമ്മളല്ലാതെ ഒരാളായിട്ട് വരുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ മോൾഡ് ചെയ്ത് അല്ലെങ്കിൽ അത് വേണ്ട, അത് സ്ഥിരം ചെയ്യണമല്ലേ, അത് ഒന്ന് മാറ്റി ഇങ്ങനെ പിടിച്ചു നോക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പുതിയ ഒരാളായിട്ട് നമുക്ക് തോന്നും. അത് ഡയറക്ടർക്കാണ് ഫുൾ ക്രെഡിറ്റ്. ബാക്കി ലിബിനോടുള്ള നിങ്ങളുടെ ചോദ്യങ്ങളാണ്. അതിനു മുമ്പ് നമ്മുടെ നായകന്മാരിവിടെ ഉണ്ട്. ഈ വള പൊല്ലാപ്പുണ്ടാക്കുന്ന നായിക ആസാദി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതരായ മലയാളത്തിലും തമിഴിലും വിവിധ റോളുകൾ കാഴ്ചവെച്ച് പ്രമുഖ താരങ്ങളുടെ ശബ്ദ സാന്നിധ്യമായ ഒപ്പം ഇപ്പം അഭിനേത്രിയായി തിളങ്ങി നിൽക്കുന്ന രവീണ രവി. വളരെ പൊല്ലാപ്പെല്ലാം ഉണ്ടാക്കിയത് രവീണയാണ്. എല്ലാവർക്കും നമസ്കാരം. തിയേറ്റേഴ്സിൽ ഇപ്പം നല്ല റിവ്യൂസ് ഉണ്ട്, നല്ല റെസ്പോൺസ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സഹകരിച്ച് ഇത് കുറച്ചും കൂടി വൈഡർ ഓഡിയൻസിലേക്ക് റീച്ച് ചെയ്യണം. ഇറ്റ്സ് എ ഫാമിലി എൻ്റർടൈനർ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അല്ല, വളരെ ശാന്തമായി സംസാരിച്ചിട്ട് പോയി. കാരണം ഇത്രയും ഇതിനകത്ത് സിനിമ കാണുമ്പോൾ അറിയാം രവീണ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് നമ്മള് കഥാപാത്രത്തിനെ കുറിച്ചൊന്നും പറയാം. അല്ല, പ്രത്യേകിച്ച് പേരിനെ പറ്റി പറയാം. ധ്യാൻ ശ്രീനിവാസനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളത്, അദ്ദേഹത്തിന്റെ അഭിനയത്തിനെ കുറിച്ച് പറയും. പ്രത്യേകിച്ച് ഭയങ്കര ലേസിയാണ്, ചെറിയ രീതിയിലൊക്കെ ഭയങ്കര നാച്ചുറൽ ആക്ടർ. എനിക്കത് ഭയങ്കര ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. പക്ഷെ വളരെ ലേസി. അടുത്ത എന്താ സീൻ എടുക്കാൻ പോകുന്ന പോലെ ഫണ്ണായിരുന്നു. ശരി, ശീതലിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യമുള്ള ദിവസമായിരുന്നു. തന്റെ പിറന്നാൾ ദിനത്തിലാണ് തന്റെ ചിത്രവും റിലീസായത്. വളയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരുടെ അഭിപ്രായത്തെ കുറിച്ച്? ഹായ്, എൻ്റെ പേര് ശീതൽ. ഗോളമാണ് എൻ്റെ ഫസ്റ്റ് ഫിലിം. അത് ഞാൻ തെക്കുവടക്ക് ചെയ്തായിരുന്നു. പക്ഷെ ഒരു ഫുൾ ലീഡായിട്ട് വരുന്ന ഫസ്റ്റ് ഫിലിമാണ് വള ഈസ് ഓൾവേസ് സ്പെഷ്യൽ. നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് ഈ ബർത്ത്ഡേയുടെ തന്നെ എനിക്ക് ഒരു നല്ല റിലീസ് കിട്ടാന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. പിന്നെ താങ്ക്സ് ടു മ്യൂസിക്ക, എന്നെ ഓഡിഷൻ ചെയ്തിട്ടാണ് ഈ സിനിമയിൽ എനിക്ക് കയറുന്നത്. 3 പാട്ട്, ഗോളായിക്കോട്ടെ, തെക്കുവടക്കായിട്ട്, വള ആയിക്കോട്ടെ, എനിക്ക് ഓഡിഷൻ വഴിയാണ് ഞാൻ കയറിയത്. അപ്പോൾ ഈ ഒരു മൂവി ഇനി ഞാൻ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നൊരു പടമായിരിക്കും ഡെഫിനറ്റ്ലി. ഇതിലെ ക്യാരക്ടറിൻ്റെ പേര് വിശാലാക്ഷി എന്നാണ്. ഒരു പാവമായ ഭാര്യയാണ് ഞാൻ. വലിയ അലമ്പൊന്നും ഇല്ലാത്ത ഒരു പാവ കുട്ടി. രവീണയുടെ പോലില്ലാത്ത. എന്തായാലും നിങ്ങൾ പോയി തിയേറ്ററിൽ കാണാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ പടം ഇനിയും ഓടും. സോ ദാറ്റ്സ് ഇറ്റ്. വാശിയും വൈരാഗ്യവും അഹന്തയും ഒന്നുമില്ലാത്ത വളരെ പാവപ്പെട്ട സൗമ്യമായ ഒരു കഥാപാത്രമാണ് ശീതൽ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. നേരത്തെ ധ്യാനിനെ കുറിച്ച് ചോദിച്ചു, അപ്പൊ പേരായിട്ടുള്ള ലുക്മാനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. നീ ഇവിടെ ചോദിച്ചില്ല എന്നുള്ളൊരു പരാതി വേണ്ട. ലുക്മാനെ കുറിച്ച് പറയുക, എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹത്തിനുള്ള ഒരു അഭിനയം? ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഇത് പറഞ്ഞ പോലെ ലീഡാകുമ്പോൾ സ്പെഷ്യലി എൻ്റെ ഫസ്റ്റ് ഹീറോ ആണ് ലുക്മാൻ. സോ ഫോർ മീ ദാറ്റ്സ് റിയലി സ്പെഷ്യൽ. ആൻഡ് പിന്നെ നമുക്ക് ഓപ്പോസിറ്റ് നിന്ന് അഭിനയിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഇപ്പം ഇവന്തോ സ്ക്രീനിൽ ഇല്ലെങ്കിലും നമുക്ക് ഓപ്പോസിറ്റ് നിന്നിട്ട് അത് പ്ലേ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ചില സീനിൽ ഞാൻ കുറേ ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറേ സീനല്ല, ഒരു സീനിൽ. അപ്പം ഷർമിയോട് കൂടി എന്നെ സപ്പോർട്ട് ചെയ്തുള്ള ഒരു ആക്ടറാണ്. സോ ദാറ്റ് എനിക്ക് ഐ ആം ഓൾവേസ് താങ്ക്ഫുൾ. താങ്ക് യു. നമ്മള് മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വം. ഇന്ത്യയില് മലയാളി എന്നുള്ള പേരിൽ, സംഗീതത്തിന് എന്നുള്ള പേരിൽ എവിടെ ചെന്നാലും നമ്മൾ അദ്ദേഹത്തിന്റെ പേര് കേട്ട് സന്തോഷിക്കാറുണ്ട്. ഗോവിന്ദ് വസന്ത ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇതിൽ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. എല്ലായിടത്തു നിന്നും കയ്യടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട നമ്മുടെ ഗോവിന്ദ് വസന്ത. അല്ല, എല്ലാവരും ഞെട്ടിയിരിക്കുന്ന സംഭവം വെച്ചാൽ ഇത്രയും നാൾ ഇത്രയും കോൺടാക്ട് ഉണ്ടായിരുന്നിട്ട് ഗോവിന്ദ് സ്ക്രീനിന്റെ മുമ്പിൽ വന്നിട്ടില്ല. പക്ഷെ ഇത് ആദ്യമായിട്ട് സ്ക്രീനിൽ വന്നിരിക്കുന്നു. അത് പ്രേക്ഷകർ കാണട്ടെ എന്താണ് ചെയ്തിരിക്കുന്നത്. അത് വളരെ നീറ്റ് പെർഫോമൻസ് ആയിട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ അഭിനയിക്കാനുള്ള ഒരു മനസ്സ് നേരത്തെ ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അഭിനയിക്കണം? ഇല്ല, അഭിനയിക്കണം തോന്നിയിട്ടില്ല അതുവരെ. അങ്ങനെ കോണ്ടാക്ടിന്റെ വയർലെസ് കട്ടാവുന്ന തോന്നുന്നത്.
അങ്ങനെ ഒരു കോണ്ടാക്ട് ബേസിൽ അഭിനയിച്ചതല്ല. എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ലാത്തതാണ്. മാഷ് വളരെ ക്ലോസ് ഫ്രണ്ടാണ് എൻ്റെ. അങ്ങനെ കൊണ്ട് മാത്രമാണ് പടത്തിലെ ഞാൻ ക്യാരക്ടർ എന്താണെന്ന് കേട്ട് അഭിനയിച്ചത്. അങ്ങനത്തെ ഒരു പരിപാടിയല്ല ഇത്. ഒരു വൺസ് ഇൻ എ ബ്ലൂ മൂൺ പരിപാടിയാണ്. പിന്നെ പടത്തിന്റെ മ്യൂസിക് വളരെ മുമ്പ് തൊട്ടേ എനിക്കിതിന്റെ ട്രീറ്റ്മെന്റ് പരിപാടികളൊക്കെ അറിയാമായിരുന്നു. ഞാനും മോശം ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ തിയേറ്റർ ഫിലിമായിട്ട് തന്നെയാണ് ഇതിനെ തുടങ്ങുമ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കഠിനത്തിൽ നിന്നും എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മൂവി ലാംഗ്വേജ് ആണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ കഠിനത്തിന്റെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഇതിനെ കാണാൻ പറ്റില്ല. ഡയറക്ടർ സൈഡായാലും മ്യൂസിക് സൈഡായാലും ഒക്കെ വേറെയാണ്. പുതിയ പരിപാടികൾ കുറച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറിയ ഒരു സബ്ജക്റ്റാണ്, പക്ഷെ അതിന്റെ മ്യൂസിക്കലിയും അതിന്റെ ഉള്ളിലുള്ള ഒരു വേൾഡ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് നമ്മൾ ഓവർ ദ ടോപ്പ് പരിപാടികൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് തിയേറ്ററിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തതാണ്. അത് തിയേറ്ററിൽ കാണുമ്പോഴാണ് കുറെ കൂടി എഫക്റ്റീവ് ആവുക. പിന്നെ വേറെ സംബന്ധിച്ച് ഇതിനകത്ത് എനിക്ക് ഒരുപാട് സിംഗേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ സിംഗേഴ്സ് ഒരു സിനിമയിൽ പാടിയിരിക്കുന്നത് ഈ സിനിമയ്ക്കകത്താണ്. ഇതിനകത്ത് 10ഓളം പാട്ടുകളുണ്ട്. ശങ്കർ മാധവൻ, ചിത്ര ചേച്ചി, അങ്ങനെ ജാസ് ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് പാടിയിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ ഐ എം വെരി പ്രൗഡ് ഓഫ് ദിസ് ആൽബം. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് ഈ പടത്തിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. കാസ്റ്റ് ആയാലും മ്യൂസിക് ആയാലും ഒരുപാട്. സിനിമ എന്താണെന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് ഇതിനകത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ഒരുപാട് ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് കൂടിയാണ് ഈ പടം വന്നിരിക്കുന്നത്. അതിൽ ഒരുപാട് ആളുകളുടെ സാക്രിഫൈസ് എന്ന് വെച്ചാൽ ഒരുപാട് പേരെ കുറെ സീനുകൾ കട്ടായി പോയിട്ടുണ്ട്. ഒരുപാട് പേര് എഴുതിയ ലിറിക്സ് കട്ടായി പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വേണ്ടെന്നൊക്കെ ഉണ്ടെന്നുണ്ട് നമുക്ക്. പക്ഷെ അതൊക്കെ ഈ പ്രോസസ്സിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് കൂടെയുള്ളത് നടന്നൊരു പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എല്ലാ നല്ല സിനിമകൾക്കും ഒരു ചാൻസ് കൊടുക്കണം. താങ്ക് യു. അപ്പോൾ ഒരു കാര്യം ഗോവിന്ദനോട് ചോദിക്കാനുള്ളത്, പലപ്പോഴും ഇപ്പൊ സംഗീത മേഖലയിൽ ഇത്രയും പ്രഗത്ഭനായി നിന്ന് ഇന്ത്യ തന്നെ അറിയപ്പെടുന്നു, ലോകം തന്നെ അറിയപ്പെടുന്നു, പക്ഷെ ഇതിനകത്ത് അഭിനയത്തിലേക്ക് വരുമ്പോഴേക്കും ആ ഒരു ചെറിയൊരു പാളിച്ച വന്നാൽ പലയിടത്തു നിന്നും വരും. അപ്പം ഈ ഒരു അഭിനയ മേഖലയിലേക്ക് ഇറങ്ങാൻ നേരത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആരായിരുന്നു പ്രചോദനം? തോമസ് ഷെൽബി ആണ് ഒരു ബിഗ് ഫാൻ ഓഫ് തോമസ് ഷെൽബി. അതായത് നമുക്ക് ക്യാരക്ടറിന്റെ ഒരു ചെറിയൊരു ടെൻഷൻ അതുപോലെ ഒന്നാണ്. പക്ഷെ എനിക്ക് ടെൻഷനൊന്നുമില്ല. ഇത് എന്റെ ജോലിയല്ല, എന്റെ ജോലിയെ ബാധിക്കാനേ പോകുന്നില്ല. അപ്പം എനിക്ക് അങ്ങനെ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു പെർഫോമൻസ് ആൻസൈറ്റി ഉണ്ടാവുമല്ലോ, അതുണ്ടായിരുന്നു. വേറെ പിന്നെ ഞാൻ ചേട്ടൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. ചിരിക്കാതിരിക്കാൻ മാത്രമായിരുന്നു ഞാൻ ചെയ്യേണ്ട ഒരു പരിപാടി. അത് ഞാൻ ചെയ്തില്ല. താങ്ക് യു. ആധികാരികമായിട്ടുള്ള വളയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ആധികാരികമായി ചോദിക്കാം, അല്ലാതെ കാര്യങ്ങൾ ചോദിക്കാം. താങ്ക് യു. അതിനുശേഷം ഒരു നല്ല ഡയറക്ടറുടെ കയ്യിൽ കിട്ടിയ എത്രത്തോളം ധ്യാൻ ശ്രീനിവാസിന് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ സിനിമയിലൂടെ തെളിയിച്ചതാണ്. അപ്പോൾ ആദ്യം ആ റിവ്യൂ കേട്ടപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്താ ധ്യാൻ ചെയ്യുന്ന ആദ്യം തോന്നിയത്? എന്താ തോന്നണ്ടത്? അല്ല, ഒരു നല്ല ഡയറക്ടറുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് നമ്മളെപ്പോഴും അല്ലേ പറയുന്നത്. ഇപ്പൊ നേരത്തെ ലുക്ക് പറയാം, നമ്മള് ഓൺലി ആസ് ഗുഡ് ആസ് ഡയറക്ടർ. ഞാൻ എപ്പോഴും പറഞ്ഞു ഓൺലി ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ. അതിവിടെ ഇരിക്കുന്ന എല്ലാവരും ഇപ്പൊ മോശി എന്താണോ പറഞ്ഞിട്ടുള്ളത്, ഞാൻ കാണാൻ എല്ലാവരും ഞാൻ കോമ്പിനേഷൻ ചെയ്തുള്ള വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ കോമ്പിനേഷൻ അത് നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത് മോസിയുടെ കൺവിക്ഷൻ അല്ലെങ്കിൽ മോസി എന്താണോ പറഞ്ഞിട്ടുള്ളത് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നല്ല പണിയറിയാവുന്ന ആൾക്കാരോട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആസ് ആക്ടേഴ്സ് നമുക്കും വളരെയധികം ഗുണം ചെയ്യും. അവർ കൃത്യമായി നമ്മളെ എവിടെയൊക്കെ പാളിച്ചകളുണ്ട്, ഇത് ഞങ്ങൾക്ക് ലുക്ക് പറഞ്ഞു, ഇത് നീ അത് ചെയ്യണ്ട, ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത് വേണ്ട, ഇത് റിപ്പീറ്റ് ആവും, ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിരന്തരമായി നമ്മളെ ഫീഡ് ചെയ്യുകയും നമ്മളെ പറഞ്ഞു തരികയും ചെയ്യുമ്പോൾ നമുക്ക് കാരണം ഇതിപ്പോൾ നിത്യാഭ്യാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യം ചെയ്തു പോവുക. അപ്പോൾ ചില സ്ഥലങ്ങളിൽ കൂടുതൽ പണിയെടുക്കേണ്ട സ്ഥലം നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ 1-2 ഭാഗങ്ങളിൽ ഒതുക്കും. അപ്പോൾ അവർ പറയാം പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ത്രൂട്ട് ആ പടത്തിൽ അത് വെച്ചു പിടിക്കും. പക്ഷെ ഇത് അവിടെ നടക്കില്ല എന്ന് എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ എൻ്റെ ഇതിൽ മനസ്സിലായി. അപ്പോൾ പിന്നെ ഉഴപ്പാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ഉഴപ്പി ചെയ്യേണ്ട ഒരു ക്യാരക്ടർ വരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നിരന്തരമായിട്ട് ഡയറക്ടറുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്.
അശ്വന്ത് പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നല്ലത് പറയും, നല്ല സിനിമകൾ വരുന്ന സമയത്ത് നല്ലത് പറയും. പുള്ളിക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളും അവരുടെ അവർക്ക് ചില സിനിമകൾ നല്ലത് തോന്നുന്നത് നല്ലത് തോന്നി നല്ലത് പറഞ്ഞു. ഒരു കുജലം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിരുന്നു, ഇഷ്ടമായെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ചായി സംസാരിച്ചിട്ട്, പക്ഷെ നാളെ വരുമ്പോൾ മോശം വരുമ്പോൾ ഇതിനേക്കാളും മോശം പറയും. അത്രേ ഉള്ളൂ, അങ്ങനെ കണ്ടത്. ആ ഇല്ല, പുള്ളി അയർലൻഡിലെ ഒരു ഷോന് പോയി, അപ്പോൾ ഇവിടെ ഇല്ല. ഓ ആ അതിനുള്ള എഫേർട്ടല്ലേ എൻ്റെ ഈ കൈ പോയത്. അങ്ങനെയല്ലേ കഴിഞ്ഞ വർഷം മറ്റേ ഇതിനൊക്കെ ബാഡ് ബോയ്സിനൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് പ്ലാസ്റ്റർ ഇട്ട് വന്നില്ല, ഓർമ്മയില്ലേ? അത് ഇവനെ അടിച്ചൊടിച്ചത് കൈകളാണ്. അവനെ ആ സമയം ജിംഖാന കഴിഞ്ഞിട്ട് വരുന്ന വഴിയായിരുന്നു. അപ്പോ അതിനകത്ത് മാഷായിരുന്നല്ലേ, അതിനകത്ത് എന്തോ ഒരു ദേഷ്യം ആരോടോ തീർക്കാനുണ്ടായത് എന്റെ നെഞ്ചത്താണ് തീർത്തത്. ഞാൻ കഴിഞ്ഞു ഒരുപാട് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഒന്ന് ആ സമയം മലയാള സിനിമ ഒന്ന് ചെറുങ്ങനെ ഒന്ന് കരാട്ടക്കാരൊന്നും ഇങ്ങനെയൊന്നും അടിക്കൂല, അവരുടെ ടൈമിംഗ് ഉണ്ടാവും. കരാട്ടക്കാരൊന്നും ആരും ഉപദ്രവിക്കില്ല, ശരിക്കുള്ള അടിയാണ്. പിന്നെ ഈ അടി എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കലും വാങ്ങലും ഉണ്ടല്ലോ, വാങ്ങുമ്പോ ഒരു ടൈമിംഗ് വേണല്ലോ, എല്ലാം വേണം. ഷോട്ടില് പോലും ഇല്ല. ഷോട്ടിൽ എന്തായാലും ഉത്തരം കിട്ടിയല്ലോ. മലയാളികൾ ആദ്യമായിട്ടാണ് കാണുന്നത്. സൈക്കോ സ്മൈൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നീ കണ്ടല്ലേ? അല്ല, അതാണ് ചോദ്യം തന്നെ. സൈക്കോ സ്മൈൽ ഉണ്ടായിരുന്നതിന് എത്ര കയ്യടി ഉണ്ടായിരുന്നു? കണ്ടല്ലോ. അപ്പൊ അതിനെന്താ ഇപ്പൊ ഇത് അറിഞ്ഞിട്ടിപ്പൊ എടാ അതൊക്കെ സംവിധായകൻ പറഞ്ഞുതരും. അപ്പൊ നമ്മൾ അത് ആ സമയത്ത് ചിരിക്കാൻ പറയും, ഇങ്ങനെ തിരിച്ചു നോക്കാൻ പറയും, അല്ല അങ്ങനെ തിരിച്ചു നോക്കാൻ പറയും. പുള്ളി നമ്മൾ പറഞ്ഞു തരുമ്പോ നമ്മൾ അത് അങ്ങനെ വരും. പിന്നെ നമ്മളിതൊക്കെ ദൈവം നമ്മളെ ബേസിൽ പറഞ്ഞ പോലെ മാറി നിൽക്കും, പ്രാർത്ഥിക്കും, ദൈവമേ കഴിഞ്ഞിട്ടുണ്ടേ പ്രാർത്ഥന. മത്സരമൊക്കെ പറയുന്ന പോലെ നമ്മളങ്ങനെ എടുക്കുക, യൂണിവേഴ്സ് തരും, എടുക്കും. ചില സിനിമകളിൽ എക്സ്ട്രാ എഫേർട്ട് ഇടാറുണ്ടെന്ന് പറയാറുണ്ട്. ചില അതേപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷത്തില് അങ്ങനെ ചില പടങ്ങളില്ല, ഇതിൽ അങ്ങനെ ഇട്ടിട്ടുണ്ട് എക്സ്ട്രാ എഫേർട്ട്. അല്ലല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഡിപ്പെൻസ് ഓൺ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ സംവിധായകനുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ ആ സിനിമ, അല്ലെങ്കിൽ അതിന്റെ ഡിപ്പെൻസ് ഓൺ ദ പ്രൊജക്ട്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇവരുമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്കൊരു ഈ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കംഫർട്ടിൽ നിർത്തുക, നമ്മളൊരു കംഫർട്ട് സോൺ ആയിരുന്നു ഈ സിനിമ എല്ലാവരും. പിന്നെ ഈ പ്രോജക്റ്റിൽ ഒരു ഗുഡ് വിൽ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ തുടക്കം മുതലേ കൈയൊടിഞ്ഞു കാലൊടിഞ്ഞു അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമക്ക് ഒരു ഗുഡ് വിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ഹാപ്പിലി ചെയ്ത സിനിമയാണ് എന്തൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഭയങ്കര ടെൻഷൻ അടിച്ചോ, നമ്മൾ ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ചെയ്ത സിനിമയൊന്നുമല്ല. ഭയങ്കര സന്തോഷിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം ആയിക്കോട്ടെ, നമ്മള് നല്ല സിനിമകൾ വരുന്ന സമയത്ത് അതിനൊക്കെ അതിന്റെ പുറകിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ സിനിമ ചെയ്യുക, നമ്മൾ ആസ്വദിച്ച് സിനിമ ചെയ്യുക എന്നുള്ളത്. ചില സിനിമകൾ അങ്ങനെ ചെയ്യാനുള്ള ചുറ്റുപാടും സാഹചര്യം നമുക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ചുറ്റുപാടും സാഹചര്യം ഈ സിനിമക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ, അങ്ങനെ ഒരു ഗുഡ് വിൽ ഈ സിനിമക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, വേറെ രീതിയിൽ എങ്ങനെ ആലോചിച്ചാലും അത് മാറ്റണം. പിടിച്ചില്ലല്ലോ തീരെ ഒരു ഫേസ് പഞ്ച് ഇത് പറയുന്നു. മസ്താനി, നീ ഇവിടെ ഉണ്ടണ്ട. അവളുടെ കൂട്ടുകാരനാണ് നീ എന്നറിയുന്നതുകൊണ്ട് കൊണ്ട് തന്നെ എന്റെ പേരിൽ എന്നോട് പലരും ഉണ്ടെന്നുണ്ട്.
സമയം 3 മണി. ആദ്യം ചേച്ചി വന്നിരിക്കും. താങ്ക് യു വിദ്യ. നമ്മുടെ ചോദ്യോത്തര സെക്ഷൻസ് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ശാന്തികൃഷ്ണ മേമം ഇപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ശാന്തികൃഷ്ണ മേമം വിജയരാഘവൻ സാറുമായിട്ട് പേരന്റ് കപ്പിൾ ആയിട്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. മാമിന്റെ ഒരു ഗംഭീര പ്രകടനം തന്നെ ചിത്രത്തിൽ ഇപ്പം എല്ലാവരും ശ്രദ്ധയോടെ തന്നെ നിരവധി പ്രേക്ഷകരൊക്കെ പറയുന്നു. മാം ഈ ചിത്രത്തിലെ കഥാപാത്രത്തെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായത്തെക്കുറിച്ച് മാം രണ്ടു വാക്ക് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സോറി ഡിലേ ആയിരുന്നു. ഞാനൊരു ഡ്രസ്സ് കാണുമ്പോൾ ഒരു ഓണപരിപാടി ഉണ്ടായിരുന്നു. ലേറ്റ് സെലിബ്രേഷൻസ് അടുത്ത വർഷത്തേക്ക് കുറച്ചുകൂടെ ഏർലി. അപ്പോൾ അതിന് വേണ്ടി പോയിട്ട് ജസ്റ്റ് സോറി. ഇപ്പോൾ കേൾക്കാം, എന്നാലും കേൾക്കാമല്ലോ, ബൈക്കില്ലെങ്കിലും കേൾക്കാമല്ലോ. ഇതിപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഞാനും കുട്ടേട്ടനും അഭിനയിക്കുന്നത് ഒരുമിച്ച്. പിന്നെ ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു, ഇതിൽ ആരുടെയും ഹീറോയിൻ്റെയോ അങ്ങനെയൊന്നും അല്ല, അല്ലെങ്കിൽ സ്ഥിരം അങ്ങനെയാണ് സാധാരണ എന്നെ വിളിക്കാറ്. പക്ഷെ ഈ പടത്തിൽ വേറൊരു സെപ്പറേറ്റ് താത്താന്നൊക്കെ പറയും പത്തു. അപ്പോൾ ആ ക്യാരക്ടർ മോശം വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഐ വിൽ ഡെഫിനറ്റ്ലി ഡൂ ഇറ്റ് എന്ന്. കാരണം എനിക്ക് അതിനൊരു കുറച്ച് സ്ക്രീൻ സ്പേസ് ആണെങ്കിൽ പോലും അതിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. സോ ഐ തിങ്ക് അതൊരു ഡിഫറെൻ്റ് ആണ്. എത്രയോ കുറേ സമയത്തിന് ശേഷം ഒരു പടം റിലീസ് ആവുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. നോട്ടബിൾ ആയിരുന്നു. ദാറ്റ് വാസ് മൈ മെയിൻ ഇൻറ്റൻഷൻ. ഓഫ് കോഴ്സ് ഞാൻ ഇന്നലെയാണ് ഇപ്പോൾ പടം കണ്ടത്. ഐ ലവ് ഇറ്റ്. രാത്രി ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് കണ്ടില്ല. ഇന്നലെ രാത്രി 11 o'clock ഷോ പോയി കണ്ടു. ഇപ്പൊ മനസ്സിലായ മലയാളത്തിലാണ് പറഞ്ഞത്. ഓക്കെ, അത്രയൊന്നും വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എൻ്റെ ചോദ്യം ലുക്കുമാനോടാണ്. ലുക്ക് പറയാറുണ്ട്, മലപ്പുറം ജില്ലയിൽ ചങ്ങരകുളം എന്നുള്ള സ്ഥലത്ത് നിന്ന് പോസ്റ്റർ പോലും ഒട്ടിക്കാത്തൊരു സ്ഥലത്ത് നിന്ന് ഒരാളെ നായകനായിട്ട് വരുന്നു. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ ഉണ്ടാന്നുള്ള സിനിമയിൽ ഒരു പോലീസ് കഥാപാത്രം ചെയ്യുന്ന മമ്മൂക്കയുടെ പടത്തിൽ ചെയ്യുന്നു. അവിടുന്ന് തുടങ്ങിയ യാത്രയാണ് ലുക്കുമാൻ്റെ പോലീസ് വേഷത്തിൽ. വള എന്നുള്ള സിനിമയിൽ നായകനായിട്ടും അത് ഒരു പോലീസിന്റെ വേഷത്തിൽ. ഈ യാത്ര എങ്ങനെ നോക്കുന്നു? ലുക്കുമാൻ എന്നുള്ള നടനെ ലുക്കുവിന്റെ സുഹൃത്തുക്കളാണോ കണ്ടെത്തിയത്, അതോ എങ്ങനെയാണ് ഈ ഒരു യാത്ര? അതൊക്കെ പറയാം. അല്ല, ശരിക്കും പോസ്റ്റർ ഒട്ടിക്കാത്ത ചങ്ങരകുളത്തല്ല, ഉദിനപ്പറമ്പ്. എൻ്റെ ചങ്ങരകുളത്തിലേക്കുള്ളപ്പോൾ എൻ്റെ ശരിക്കും സ്ഥലം ഉദിനപ്പറമ്പ് എന്ന് പറഞ്ഞ ഗ്രാമമാണ്. അവിടെ ആണ്. അല്ല, ഇത് എൻ്റെ ഫസ്റ്റ് ഓർഡർ ഉണ്ട് പോലീസ് വേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് യാത്ര എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല. ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ നമ്മൾ അങ്ങനത്തെ സിനിമകൾക്ക് നമ്മളെ ചൂസ് ചെയ്യുന്നു, നല്ല സിനിമകൾ ഉണ്ടാകുന്നു, നല്ല സിനിമ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം. ഇതിങ്ങനെ പ്ലാൻ ചെയ്ത് ഓക്കെ ഇനി അങ്ങനെ വേണം ഇനി ഇങ്ങനെ വേണം എന്നുള്ളൊരു രീതിയിലൊന്നല്ല. ഇതൊരു ലെഗ് ഫാക്ടർ കൂടി ഉണ്ട്. ഭയങ്കര ഭാഗ്യമുള്ള ഒരാളാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. ഭയങ്കര ഭാഗ്യമുള്ള ഒരു ആക്ടറാണ്. അതായത് അത്തരം സിനിമകൾ കിട്ടുന്നു, അത്തരം ക്യാരക്ടേഴ്സ് കിട്ടുന്നു, അതിങ്ങനെ വിജയമാവുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം. ഒരു ചോദ്യം, ടീക്കുവിൻ്റെ ഒരു പടത്തില് ലുക്കുമാൻ പോലെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടല്ലോ, പെണ്ണിങ്ങനെ മഷിയിട്ടാതെ അല്ലെ, അതിൽ നിന്ന് ഇപ്പൊ കരിയില്. അപ്പൊ അതിൽ നിന്ന് വള എന്നുള്ള സിനിമയിൽ ഇപ്പോ വേഫറാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ദുൽഖർ സൽമാന്റെ കമ്പനി ഓൾറെഡി മറുവശത്ത് ആ പടം പീക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ലോക എന്നുള്ള സിനിമ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എങ്ങനെയാണ്? അത് തന്നെ, അത് ഈ ശരിക്കും ഈ തല്ലുമാലയും സുലൈഖ മനസ്സിലൊക്കെ ഇറങ്ങിയപ്പോ DQ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു അങ്ങനെ കൊള്ളാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ കയ്യിലൊരു ചെറിയ ഷോട്ടിലുണ്ട് പുള്ളി അത് നീയായിരുന്നാ, എന്നിട്ട് ഇനി കാണുന്നത് ശ്രദ്ധിക്കണം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അത് എന്നിട്ടിപ്പോ DQ എടുക്കാന്ന് പറഞ്ഞു. അതൊരു ടീമാണ്, അവരൊരു ഡിസ്ട്രിബ്യൂഷൻ ടീമാണ്. ഇപ്പൊ DQ ഒന്നായിരിക്കില്ല അത് കണ്ട് അത് അവര് പക്ഷെ സെലക്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ലോകയും കൂടി വന്നതോടുകൂടിയിട്ട് അവർ കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ വിശ്വാസവും പ്രതീക്ഷയൊക്കെ കൂടിയിട്ടുണ്ട് അവര്. അപ്പൊ അവര് അതിനുശേഷം നമ്മുടെ സിനിമ ചെയ്യുന്നു എന്നുള്ളത് വേറെ തന്നെ ജോണർ, വേറെ തന്നെ സ്റ്റൈൽ മൂവിയാണല്ലോ. അപ്പോൾ
അതവർ ചെയ്യാനെടുക്കുന്നു എന്നുള്ളത് അവരാണ് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അത് ഞങ്ങൾക്കും അത് ഭയങ്കര പോസിറ്റീവായി ശരിക്കും. അതുകൊണ്ട് ആദ്യം അവരോട് തന്നെ താങ്ക്സ് ഫാഫിനോട്. അവന് അത്ര പൈസ ഉണ്ടോ? അല്ല അങ്ങനെ അവൻ ഇപ്പൊ ടൊവിയും ചേട്ടനൊക്കെ ഉള്ള പടം അല്ലേ? അല്ല അനൗൺസ് ചെയ്താ അല്ല അത് ചേട്ടൻ്റെ ബേസില് തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ. അനൗൺസ് ചെയ്തത് ആണോ? ഓഡിഷൻ എന്താ അവൻ അനൗൺസ് ചെയ്ത? ഞാൻ അറിഞ്ഞില്ല. അവൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞു. അവസാനം കണ്ടപ്പോ പറഞ്ഞു ഏതാ? ഓക്കെ. അവന്റെ പ്രൊഡക്ഷൻ ഡയറക്ഷൻ വരുമെന്ന്. അതിനനുസരിച്ചുള്ള ബഡ്ജറ്റിൽ ഇതെല്ലാം നമ്മളെ ഇതൊക്കെ ഒത്തു വരുവാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ഈ 2 മാസത്തിന് കഴിയും. 3 മാസം. അടുത്ത വർഷം അത് തിരറ്റുണ്ട്. തിരറ്റു ഉടനെ ഇല്ല, അതിന് മുന്നേ സിനിമ കഴിഞ്ഞിട്ട് തിരറ്റു ഉണ്ടാവും. മോഹിഷൻ ചേട്ടാ, മോഹിഷൻ ചേട്ടാ നീ മസ്താനി ഓക്കെ. മോഹിൻ ചേട്ടാ, ആദ്യത്തെ സിനിമയുടെ പേര് കഠിന കഠോരമി അണ്ടകടാഹം എന്നാണ്. വളരെ കഠിനമാണ് ആ സിനിമയുടെ പേര്. പക്ഷെ രണ്ടാമത്തെ സിനിമയുടെ പേര് വളരെ സിമ്പിൾ ആണ്. ഈ സിനിമാ മേഖല വളരെ അന്ധവിശ്വാസങ്ങളുടെ ഒരു ഇടമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ആദ്യ സിനിമയുടെ പേര് ഒരു പാര ആയതുകൊണ്ടാണോ രണ്ടാമത്തെ സിനിമയ്ക്ക് വളരെ ലളിതമായ ഒരു പേര്? ഇത് റൈറ്ററിന്റെ പേരല്ലേ, ഞാനെന്റെ പേരല്ലല്ലോ. അതൊരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നുണ്ടോ? കാരണം ആദ്യ സിനിമ വളരെ കഠിനമായ ആദ്യത്തെ സിനിമയുടെ പേര് ബാപ്പ എന്നായിരുന്നു, 2 അക്ഷരമുള്ള പേരായിരുന്നു. കഠിന കഠോരമി അണ്ടകടാഹം എന്ന് പറഞ്ഞ സിനിമയുടെ പേര് ബാപ്പ എന്നായിരുന്നു ടൈറ്റിൽ ഉണ്ടായിരുന്നു. ബാപ്പ എന്ന് പറഞ്ഞ ടൈറ്റിൽ നമ്മൾ ഇടാതിരുന്നതിന്റെ കാരണം അതിലെ സെൻട്രൽ ക്യാരക്ടർ ബാപ്പ ആയതുകൊണ്ടാണ്, ആ ഇമോഷൻ ബാപ്പ ആയതുകൊണ്ടാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ പെട്ടെന്ന് അത് കണക്റ്റായി പിന്നെ ആൾക്കാർക്ക് വർക്കായിട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ആ പേര് ഒഴിവാക്കിയത്. ഞങ്ങളുടെ മാത്രം പ്രശ്നമായിരുന്നു അത്, ഞങ്ങളുടെ മാത്രം തോട്ടായിരുന്നു. അത് അങ്ങനെ പ്രശ്നം സംഭവിക്കുമോ, ഇങ്ങനെ പ്രശ്നം സംഭവിക്കും, ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്തിട്ടാണ് ആ പേര് മാറ്റാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. പിന്നെ കഠിന കഠോരമി അണ്ടകടാഹം എന്ന് പറഞ്ഞ പേരുമായിട്ട് അർഷർക്ക് വരുമ്പോൾ ഈ പടം കഴിയുമ്പോൾ ഈ അണ്ടകടാഹം എത്ര കഠിനമാണ് എന്നുള്ള ആ സാധനത്തിലേക്കാണ് അത് കൊണ്ടുപോയി ലാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ പേര് ചൂസ് ചെയ്തത്. ഇത് ഇതിൽ വേറെ പേരൊന്നും നമുക്ക് ഇടാൻ, ഇത് വളയാണ് സെൻട്രൽ ക്യാരക്ടർ. അപ്പോൾ അതിൽ തന്നെ പോട്ടെ, അതിലിനി വേറെ സംശയങ്ങളൊന്നും നമുക്ക് വേണ്ട, വളയേണ്ട മതി എന്നുള്ളതിലേക്ക് എത്തിച്ചേരണം. ഇനി ചോദിച്ചത് കഠിന കഠോരമി അണ്ടകടാഹം എന്ന് പറഞ്ഞ പേര്. ശരിക്കും പറഞ്ഞാൽ അതിപ്പോൾ ഒരു ട്രോമയായിട്ടാണ് എനിക്ക് നിൽക്കുന്നത്. ഞാൻ ചെയ്തൊരു പടം, ഞാനിപ്പോൾ ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാ പടം? ബേസിലൊക്കെ അഭിനയിച്ച പടം. ബേസിൽ അഭിനയിച്ച ചെയ്ത പടം ഇന്ദ്രൻ ചേട്ടനും. എനിക്ക് പേര് പറയാൻ പറ്റില്ല. ഞാൻ കഠിന കഠോരമി അണ്ടകടാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഠിന കഠോരം, ഇത് ഞാൻ അവരെ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ തന്നെ സമയം എടുക്കുന്നു. പിന്നെ ഞാൻ ഇതിന്റെ പാട്ട് പറയണം. അപ്പൊ അയ്യോ വാപ്പ മരിച്ചിട്ട് കേൾക്കുന്നതിന് അയ്യോ ഭയങ്കര ടച്ച് ചെയ്ത മൂവിയാണ്. ഇത് ഭയങ്കര ട്രോമയായി മാറി ഈ പേര്. വേറെ നിവർത്തിയില്ല. പേര് ഭയങ്കര പ്രയാസമുള്ള സംഗതിയാണ്. അല്ലാതെ ഈ വിശ്വാസം അങ്ങനത്തെ സംഗതികൾ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. ഇനി എന്താ അറിയില്ല. ധ്യാൻ ചേട്ടന്റെ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ മലയാളി പ്രേക്ഷകർക്ക് അത് മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെയാണ്. പക്ഷെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആ മഴ പെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു മഴക്കാലം തന്നെ പ്രതീക്ഷിക്കാം. ഒരിക്കലും എല്ലാ സീസണും പിടിക്കുമല്ലോ. സമ്മർ വരും, വേനൽക്കാലം വരും, മഴക്കാലം വരും, തണുപ്പ് വരും. കാരണം ഇപ്പൊ മഴക്കാലം, അതെ ഇപ്പൊ വേനൽ വരും. കാരണം ധ്യാൻ ചേട്ടന്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല്
പടത്തിനെ ഏറി കയറ്റുന്നത്, ധ്യാൻ ചേട്ടനെ ഏറി കയറ്റുന്ന ആളുകൾ, റിവ്യൂവേഴ്സ്, അശ്വന്തുവൊക്കെ ആയാലൊക്കെ നല്ല അഭിപ്രായമാണ്. സുഹൃത്തുക്കൾ അറിയാവുന്ന ആൾക്കാരാണ്. എനിക്ക് ഇന്ന് ഇതൊന്നും ബാധിക്കുന്നില്ല, നിനക്ക് ഇതുവരെ മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. പക്ഷെ നല്ല സിനിമകൾ വന്നു, അത് വളരെ സന്തോഷം, വളരെ സന്തോഷം. അതെ അതെ. അപ്പൊ ചോദിക്കുന്നത് എങ്ങനെയാണ്, സാധാരണ ആളുകളോട് ചോദിക്കുന്നത് പരാജയങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടും എന്നാണ്. ചേട്ടൻ അതൊരു പുത്തരിയല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വിജയങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത്? അത് സത്യം, അത് ഭയങ്കര ടഫ് ചോദ്യം. അതെ അതെ. അല്ല, ഇതിപ്പോ ഈ വിജയം ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ വരുമ്പോഴും നീ ആത്മാർത്ഥമായിട്ട് ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇതൊക്കെ ഇതിന്റെ കാരണം ഞാൻ ഈ വർഷത്തെ എന്റെ 12ാമത്തെ പടമായിരുന്നു. ഈ മാസം എത്ര മാസമായി കാണും? 9 മാസം. 9 മാസത്തിൽ 12ാമത്തെ പടം, അല്ലെങ്കിൽ 10ാമത്തെ പടത്ത് പടം, 10 10 പടമായി. അതിലിപ്പോ പ്രിൻസ്, ഉജ്ജ്വലൻ, പിന്നെ ഏതായിരുന്നു, വളം, പിന്നെ വളം, 3 പടം. 10ല് 3, അപ്പൊ 100ല് കൂട്ടിക്കോ മാർക്ക്. 100ല് 30 ജസ്റ്റ് പാസ്. അയ്യോ ആണോ? 28 പാസ്. 80ലാണ്. സോറിടാ, അത് വെച്ചിരിക്കുക പാസല്ലേ? അപ്പൊ ജസ്റ്റ് പാസ്സിലിരിക്കുക. അപ്പൊ എനിക്കിതിൽ പ്രത്യേകിച്ച് സന്തോഷിക്കാനൊന്നുമില്ല. അതിന് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാന്നുള്ളത്. അങ്ങനെ ജസ്റ്റ് പാസ്സായ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു, നമ്മുടെ ജോലിയുടെ ഭാഗമായി സിനിമകൾ ചെയ്യുന്നു. ഞാൻ ഇവരും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഇവര് വളരെ സീരിയസ് ആയിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ആളും എനിക്ക് അത്തരം അതിയായ ഒരു പാഷനൊന്നും സിനിമയോട് ഇല്ലാത്ത ഒരാളാണ്. വെച്ചാൽ പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിജയങ്ങളൊക്കെ തന്നെ ചെറിയ സന്തോഷങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിനെ തുടർന്ന് ഉള്ള പരാജയങ്ങൾ വരാനിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ കൂടുതൽ സന്തോഷിക്കാനും പറ്റില്ല. കാരണം എനിക്കറിയല്ലോ ഇനി വരാനിരിക്കുന്ന എന്തൊക്കെയാണ്. ഇത് വേനൽക്കാലം വരുമല്ലോ. അതുകൊണ്ട് ഇതിലൊന്നും തന്നെ മതിമറന്ന് ഞാൻ ഒന്നും ആഹ്ലാദിക്കുന്നില്ല. അടുത്ത ആഴ്ച തന്നെ നീ ഈ ചോദ്യം മാറ്റി ചോദിക്കുന്നതായിരിക്കും. നീ ചിലപ്പോ പിന്നെ വെറുക്കും. അശ്വന്തോവ് പറഞ്ഞായിരുന്നേ, പണി അറിയാവുന്ന ഒരു സംവിധായകന്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ, അതല്ല ചോദ്യം, അതല്ല, പണി അറിയാവുന്ന ഒരു സംവിധായകന്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ധ്യാൻ ചേട്ടൻ ഒരു ബ്രില്യന്റ് ആക്ടറാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സംവിധായകരെ സെലക്ട് ചെയ്യുന്നത് ധ്യാൻ ചേട്ടൻ തന്നെയാണ്. അപ്പൊ പണി അറിയാവുന്ന സംവിധായകരെ സെലക്ട് ചെയ്തൂടെ? ധ്യാൻ ചേട്ടനും ഒരു സംവിധായകനാണ്, അതുകൊണ്ടാണ്. എന്റെ ഉദ്ദേശം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ. നല്ല സിനിമകൾ ചെയ്യാൻ ഒരിക്കലല്ല. സിനിമകൾ ചെയ്യാൻ ഇതിനിപ്പോ നല്ലതാണോ ചീത്തയാണോ എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ ഈ സിനിമ ചെയ്യുന്നത്. എനിക്ക് മോസിന് നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. മോശമായിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ആദ്യ തവണ കാണുന്ന സമയത്ത് നമ്മൾ ഒരു സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു പാഷൻ, സിനിമ അതൊന്ന് പലർക്കും പലരും ഇതൊക്കെ കാണിക്കും. ഭയങ്കര ആത്മാർത്ഥതയോടെ സിനിമകൾ നിൽക്കും. പിന്നെ വന്ന് 2 ദിവസം കഴിയുമ്പോഴായിരിക്കും അറിയാം ഇവരെ പണിയൊന്നും അറിയില്ല. പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച ഞാൻ പറയാം. പ്രത്യേകിച്ച് പുതുമുഖ സംവിധാനം അവിടെ എത്തുന്ന സമയത്തായിരിക്കും നമ്മൾ അറിയുക പുള്ളി നമ്പലും ബില്ലിനും എടുക്കാത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ ഭയങ്കര ഒരു രീതിയിലും അഭിപ്രായങ്ങൾ എടുക്കാത്ത, അല്ലെങ്കിൽ തീരെ ഓപ്പൺ അല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സിനിമ ഞാൻ പറഞ്ഞില്ല, പല ഘട്ടങ്ങളിലായിട്ട് വീണു. ഇപ്പൊ സ്ക്രിപ്റ്റ് വായിക്കാറില്ല. അല്ല, നല്ല സിനിമകൾ ചെയ്യുന്നത് നല്ലതല്ലേ? ഇപ്പൊ നമുക്ക് എന്ത് പോസിറ്റീവാണ്, എല്ലാവരും നല്ലത് പറയുന്നു. അതിനപ്പോ എന്തിനാണ് അത് കണ്ടിന്യൂ ചെയ്തൂടെ? എന്റെ ഒരു ഫോർമുല നീ എന്റെ 2-3 ഞാൻ എന്റെ 2-3 ഇന്റർവ്യൂ അയച്ചു തരാം. അത് ഞാൻ എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനെ കുറിച്ചുള്ള എന്റെ ഒരു പോളിസി എന്താണെന്നുള്ള നമ്മുടെ അത് പോളിസി ഉണ്ടല്ലോ എല്ലാ മനുഷ്യനും. നീ ഇപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഇത് ഭയങ്കര എന്നോടുള്ള സ്നേഹം കൊണ്ടും അതിയായ ഇതുകൊണ്ടാണല്ലോ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, അതുപോലെ വള, പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. കാരണം ഞാൻ അത് ഭയങ്കര ഹാപ്പിയായി. കാരണം എന്റെ ലക്ഷ്യമേ അതായിരുന്നു. അപ്പൊ കാരണം ചേട്ടൻ പുതിയ പേരൊക്കെ അറിയാലോ. ഓക്കെ, താങ്ക് യു. നല്ല സിനിമകൾ ചെയ്യാം. ഈ സന്തോഷത്തിൽ ഞാൻ ശാന്തി കൃഷ്ണ ധ്യാൻ ചേട്ടനാണ് ചോദ്യം. ധ്യാൻ ചേട്ടനാണ് ഇപ്പൊ മസ്തി വിത്ത് മസ്താൻ എന്നുള്ള പേര്.
ആയിരുന്നല്ലോ നല്ല. എന്തുകൊണ്ടായിരിക്കും മസ്താനി ഔട്ടായി പോയെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് ഒരു ഉത്തരം? അത് ഇതിനെ കുറിച്ച് ഞാൻ വെറൈറ്റി മീഡിയ തന്നെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അല്ല എന്നാലും നമ്മൾ എല്ലാരോടും പറഞ്ഞൂടെ? അതിന് ഇത് നമ്മൾ വളരെ കുറിച്ച് സംസാരിക്കുക സുഹൃത്തുക്കളല്ലേ? ഓഫ് ടോപ്പിക്, അതുകൊണ്ട് സംസാരിക്കുക കംപ്ലീറ്റ്ലി ഓഫ് ടോപ്പിക് ആയിട്ട്. ചിലപ്പോ അവിടെ ബിഗ് ബോസ് ഞാൻ പോകും, അപ്പൊ കാണും. ബിഗ് ബോസിൽ പോവോ? പക്ഷെ അതിന് മുന്നേ അവള് പുറത്തേക്ക് പോയി. ഇഷ്ടമാ നമ്മളൊന്നും വേണ്ട, ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ ആയി. അല്ല ഞാൻ ചേട്ടനോട് ചോദിക്കാം, ഇതിലൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്റിമേറ്റ് സീൻ ഉണ്ട്. ഗോവിന്ദനാണ് എന്നോടാണോ? അപ്പൊ അതിനകത്ത് ഞാൻ ചേട്ടന്റെ ബോഡി വെച്ച് മാത്രം വർക്ക് ആവുന്ന ഒരു ഫണ്ണും ഉണ്ട്. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ഞാൻ ചേട്ടന്റെ ബോഡി അത്രയും വൈഡ് ആയതുകൊണ്ട് മാത്രം വർക്ക് ആവുന്ന ഒരു കോമഡി ഉണ്ട്. അത് നിനക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കോമഡിയാണ്. അപ്പൊ ഇതുവരെയും യൂസ് ചെയ്യാത്തൊരു അറീന ഞാൻ ചേട്ടനിൽ ഇങ്ങനെ ആളുകൾ കണ്ടത് ബോഡി ഉള്ളതുകൊണ്ടാണ് സെലക്ട് ചെയ്തത്. ആക്ച്വലി നമ്മളിതുവരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും എടുക്കാൻ, കാരണം ഒരു ചാനലിൽ 6 മാസത്തിനപ്പുറം നിൽക്കാറില്ല, ചാടി ചാടി നടക്കുന്നു. എന്തൊക്കെ ഉറച്ചു നിൽക്ക്. ഞാൻ ചേട്ടൻ ഇതുവരെ അങ്ങനെ ആരും ഉപയോഗിക്കാത്ത ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നതിന് അപ്പുറത്തെ ആൾക്ക് സ്റ്റഫ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അപ്പുറത്തെ ആളുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ എങ്ങനെ ഉപയോഗിക്കുന്ന കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അത് വെച്ചിട്ട് ഇനിയുള്ള സെലക്ഷൻസിൽ എന്തെങ്കിലും ഒരു അപ്ഗ്രേഡേഷൻ ഉണ്ടാവോ? ഞാൻ എന്നോട് ഇതൊക്കെ പറഞ്ഞല്ലേ, നീ ഇങ്ങനെ അവനെ പോലെ ചോദിക്കും. അവനെ ഞാൻ വല്ലപ്പോഴും കാണുന്നതായിരിക്കും, നിന്നെ ഞാൻ അടുക്കള കാണുന്നതല്ലേ. ഞാൻ എന്നോട് ഞാൻ പറഞ്ഞ കഴിഞ്ഞ മൂവിയോട്ടുള്ള സമയം നിനക്ക് എത്ര വയസ്സ് കിട്ടി എനിക്ക് അവിടുന്ന് കുറച്ച് കൂടുതൽ വയസ്സ് കിട്ടി, ഇപ്പൊ നീ ഇപ്പത്തോട്ട് ചാടി. അതുപോലെ ഞാൻ നമ്മളൊക്കെ ഒരേ ഇഷ്ടം ആണോ ഇതിന് ഉത്തരം? ചിത്രം പടത്തിലെ വിഷ്ണു വേണം, വിഷ്ണു ഇത് വേറെ വേൾഡിലെ ഞങ്ങളുടെ വേൾഡിലെ കുറച്ച് കഥകളാണ്. നീ ഒരു മാസം മുന്നേ ആണ് നീ നമ്മള് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഞാൻ എന്നോട് ചോദിച്ചു നീ എത്ര ദിവസം, ഞാൻ ഇനി എവിടെയാണ് നനഞ്ഞാന്ന് നീ ഏഷ്യാനെറ്റില്. വിഷ്ണു ഒന്ന് നിർത്തും. ഇപ്പോ നമ്മളൊരു സോങ്ങില് ഉപയോഗിക്കുന്ന എലമെന്റ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ഫേമസ് ആയ കാതലയില് ഒരു സീ വാട്ടർ മെലഡി യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പൊ പ്രേമക്കത്ത് പാട്ടിനകത്ത് ഒരു ആടിന്റെ കരച്ചിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു എലമെന്റ് ആയിട്ട്. സോ ഇപ്പൊ വളയിലായപ്പോൾ അങ്ങനത്തെ സൗണ്ടുകളുള്ള അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ ഇതിനു വേണ്ടി മാത്രം ഒരു സൗണ്ട് സ്കേപ്പിന് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ ടൈം, അങ്ങനെ ആറ് വേറെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സൗണ്ട് എലമെന്റ്സ് ഇൻവൈബ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ ടൈം അങ്ങനെ ഡിവോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്? ഇല്ല, അങ്ങനെ ചെയ്യാറില്ല. ഞാനത് ആ സൗണ്ട് എലമെന്റ് മ്യൂസിക്കിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വേൾഡ് ക്രിയേഷൻ ആണ്. അത് ഇപ്പൊ വള കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, വളയ്ക്കകത്ത് വള വിസ്പർ ചെയ്യുന്ന പോലത്തെ ഒരു സൗണ്ട് ഫീമെയിൽ വോയിസിനെ കൊണ്ട് വിസ്പർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വള എവിടെയൊക്കെ നമ്മൾ കാണിക്കുന്നു, സോ ആ വള കാണുന്ന ആളെ അട്രാക്ട് ചെയ്യുന്ന ഒരു മിസ്റ്റിക് ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സാധനം യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എനിക്ക് പല പടങ്ങളിൽ അങ്ങനെ ആവശ്യമുള്ള പടങ്ങളിൽ അങ്ങനെ അതൊരു സൗണ്ട് സ്കേപ്പ് എന്ന് പറയുന്നത് ഭയങ്കര അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു മ്യൂസിക്കൽ സ്പേസ് ആണെന്ന് തോന്നിയിട്ടുണ്ട്, എസ്പെഷ്യലി നമ്മുടെ സിനിമകളിൽ. അപ്പോൾ സൈലൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഞാനത് ഉപയോഗിച്ച് നോക്കാറുണ്ട്. ഇറ്റ്സ് വെരി എഫക്റ്റീവ്. അതിന് കൂടുതൽ മ്യൂസിക്കിന്റെ ആവശ്യം വരാറില്ല അങ്ങനെ ചെയ്യുമ്പോൾ. ഇപ്പോൾ ആലപ്പുഴ സിനിമയിൽ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ബോക്സറിന്റെ ട്രെയിനർ അത്യാവശ്യം നല്ല മസിലേക്ക് വലിപ്പിച്ച് ആ ഒരു ക്യാരക്ടർ നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ വളയിലേക്ക് വരുമ്പോഴും ഒരു ലുക്ക് ചെയ്ത ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് നമ്മളെല്ലാവരും സത്യം പറഞ്ഞാൽ ആ ഫൈറ്റ് കാണുന്ന സമയത്ത് അറിയാതെ കൈയടിച്ചു പോയി. അപ്പൊ ആ ഒരു ഞങ്ങൾ പറയുന്ന അസേനാണ്, പക്ഷെ ഞങ്ങൾ 10-20 ഡിസ്റ്റൻസ് ഉണ്ട്. ഞാനും കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് കറക്റ്റ് ആണ്. അല്ല, അത് പറയാതിരിക്കുന്നത് പക്ഷെ ഒരു കൈയടി കൊടുക്കും.
അപ്പൊ അതിന്റെ നമ്മൾ അടുത്ത സുഖത്തിലേക്ക് 1.5 വർഷമൊക്കെ പിടിച്ചിട്ടാണ് ചിലപ്പോൾ ട്രെയിൻ ചെയ്തിട്ടാണ് ചിലപ്പോൾ ക്യാരക്ടർ ചെയ്തത്. അപ്പൊ ഇങ്ങനെ പെട്ടെന്നാണ് ബാക്ക് ടു ബാക്ക് സിനിമകളും ലുക്കുകൾ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടർ തെരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ ഒരു ബോഡി ട്രാൻസ്ലേഷൻ അങ്ങനെ സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. ഞാൻ സിനിമയിൽ അത്യാവശ്യം സമയം ഉണ്ടാവാറുണ്ട് അടുത്ത സിനിമ വരാൻ. പക്ഷെ ഇത് യാദൃശ്ചികമായിട്ടും ഡേറ്റ് ഒക്കെ അങ്ങോട്ടും പ്രശ്നമായപ്പോ നമ്മള് ഷൂട്ടിന്റെ ഇടയിൽ തന്നെ ഈ സിനിമയ്ക്ക് വരേണ്ടി വരും എന്നുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി വളരെ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ടെൻഷൻ മുഹാഷിനുണ്ടായി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായത്. ആ ലുക്ക് പറ്റില്ല, ആ ലുക്കിലും ഫേസ് ഒക്കെ ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്യാരക്ടറിനത് ലുക്ക് ഭയങ്കര എന്ന് രാവിലെ മുഹാഷിനൊക്കെ മെസ്സേജ് ലുക്ക് എന്തൊക്കെ കഴിച്ചു അവിടെ കുറച്ച് പഴം പുഴുങ്ങിയത് കുറച്ച് കൂടുതൽ കഴിക്കുക. കയ്യൊക്കെ കുടുങ്ങിയിട്ട് മറ്റേ ആലപ്പുഴ ഈ വിരല് പൊട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായി. അതല്ല, അതൊന്നും അല്ല ഇതിന്റെ സിനിമ. ഈ ക്യാരക്ടർ ആവാൻ വേണ്ടിക്ക് തോന്നുന്നത് ഡയറക്ടർ തരുന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ് നമ്മളിങ്ങനെ അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യണം അങ്ങനൊന്നും ആലോചിക്കേണ്ട ഒരു ജോലി അല്ല തോന്നുന്നുണ്ട്. ഹലോ ഞാൻ ചേട്ടാ ഒരു ചോദ്യം ഞാൻ ചേട്ടാ ജയറാമേട്ടൻ ചെന്നൈയിലെ എയർപോർട്ടിൽ വന്നപ്പോൾ ആ സാധാരണ ധ്യാൻ ചേട്ടൻ കാണുന്ന സമയത്തൊക്കെ മുണ്ടു ഷർട്ടാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ കാണാറില്ല. ഒരു സാധാരണ ഒരു നടൻ നടന്നു പോകുമെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ കരിപ്പൂർ എയർപോർട്ടിൽ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് ഏതെങ്കിലും മുണ്ടിന്റെ ബ്രാൻഡ് അംബാസഡർ ധ്യാൻ ചേട്ടനെ കൂട്ടിയിട്ടുണ്ടോ? ഞങ്ങളെ ബ്രാൻഡ് അംബാസഡർ ആവുമെന്ന് ചോദിച്ചു. ഞാൻ ഫ്ലൈറ്റിൽ പോകുമ്പോ പ്ലാൻ ഇട്ടിട്ടാ പോവാണ്. ആ ഭാഗത്ത് പോകുമ്പോ കണ്ടിട്ട് അല്ല ജയറാമേട്ടൻ ചെന്നൈ എയർപോർട്ടിൽ നമ്മളെ സാധാരണ ജയറാമേട്ടൻ എപ്പോഴും ധ്യാൻ ചേട്ടനെ പോലെ മുണ്ടു ഷർട്ടൊക്കെ ഇട്ടിട്ട് എപ്പോഴും പോകുന്നു. അപ്പോൾ രാമരാജിന്റെ മുതലാളി ജയറാമേട്ടൻ കണ്ടപ്പോ ഞങ്ങളെ ബ്രാൻഡ് അംബാസഡർ ആവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓണൊക്കെ കഴിഞ്ഞല്ലോ. അപ്പൊ ഞാൻ ആരെങ്കിലും അങ്ങനെ ഒരു ധ്യാൻ ചേട്ടനോട് അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ കൊണ്ടിട്ടുള്ള ഇഷ്ടം എന്താ? എനിക്കിപ്പോ ആവശ്യത്തിന് പരസ്യം ഉണ്ട്. ഇവിടെ നിന്റെ ശത്രു ഇല്ലേ? അറിയോന്നോ? നമ്മളറിയോന്നോ? ധ്യാൻ ചേട്ടൻ ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിവ്യൂവർ ശ്രീനിവാസൻ സാറാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ജെന്യൂൻ ആയിട്ട് അതെ അങ്ങനെയും പറയാം. അദ്ദേഹം ഈ സിനിമ കാണുന്നതിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു? സിനിമയെ പറ്റി സംസാരിച്ചിരുന്നോ? ഇല്ല ഞാൻ കുറച്ച് ദിവസമായി വീട്ടിൽ പോയിട്ട്. അപ്പൊ ഞാൻ ഷൂട്ടിലായിരുന്നു പാലക്കാട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് മാസമായി, ഒരു 1.5 മാസമായി കണ്ടിട്ട്. പക്ഷെ ഓണത്തിനൊന്ന് കണ്ടു ജസ്റ്റ്. അതിനെ കുറിച്ച് സിനിമയൊന്നും ഞങ്ങൾ പൊതുവെ ഞങ്ങളുടെ ചർച്ചാ വിഷയമായിട്ട്. ഇഷ്ടം പോലെ അല്ല അങ്ങനൊന്നുമില്ല. അത് ഉറപ്പായിട്ട് ആഗ്രഹം വരാം. ആഗ്രഹം നമുക്ക് ഇഷ്ടമായിരുന്നു. ധ്യാൻ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ആസ് ആൻ ആക്ടർ. പിന്നെ കൂടെ അഭിനയിച്ചപ്പോ അല്ല അഭിനേതാവ് എന്നുള്ളത് എനിക്ക് ഇഷ്ടം തന്നെ. പക്ഷെ കൂടെ അഭിനയിച്ചപ്പോ വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് എപ്പോ എല്ലാ കാര്യത്തിനും എന്തിലൊക്കെ ചോദിച്ചാലൊക്കെ മറുപടിയൊക്കെ തരും. പിന്നെ ഞങ്ങൾ ഈ പടം നന്നായി വന്നപ്പോ എനിക്ക് കൺഗ്രാറ്റുലേഷൻസ് നമ്മൾ ഹിറ്റ് അടിച്ചിരിക്കുന്നത്. അല്ല അത് ഏറ്റവും കൂടുതൽ ഹിറ്റ് അടിക്കുന്ന മനുഷ്യനാണ്. ആലോചിച്ചു എല്ലാ പടവും ഹിറ്റാ അല്ലേ? അപ്പൊ ഇതും ഇത്രയും സിനിമകൾ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ എപ്പോഴും സിനിമ നമ്മളൊക്കെ സിനിമ വരുന്ന സമയത്ത് താഴെ എഴുതി കാണുന്ന ഒരു നേരത്തെ അവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ലുക്കുവിന്റെ ഒരു ജേണി. അപ്പൊ അതിൽ അവൻ എന്നോട് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാൻ ഇതിനെ പൊക്കി പറയുന്നത് പറഞ്ഞതാണ്. അപ്പൊ അതിനകത്ത് എപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കാര്യം, ഇവിടെ കഴിവുള്ള കുറേ പേര് പുറത്തുണ്ട് അല്ലെ, ഒരുപാട് പേര് പുറത്തുണ്ട്. ഇവരെയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരണം ഒരാളുടെ സിനിമ. അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധാരണ ആൾക്കാരുടെ നിന്ന് വന്ന ഒരാളാണ് ലുക്ക്. മനസ്സിലായി? അത് ചെറിയ കാര്യമല്ല. ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് നെപ്പോട്ടിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്ലാഗ് ബെയറേഴ്സായ വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള പലരും ഇവിടെ മറ്റേ കൊടികൊത്ത് വാഴുന്ന ഇൻഡസ്ട്രിയിലാണ് ലുക്കുവിനെ പോലെ ഒരാള് കൺസിസ്റ്റന്റ് ആയിട്ട് സിനിമകൾ ചെയ്ത്
അപ്പൊ പണ്ട് ഇവൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നടന്മാരുടെ ഒക്കെ ഇതിനകത്ത് താഴെ ഇവൻ കമന്റ് ഇടും. ഏത് അല്ലടാ അവരെ ഫോട്ടോന്റെ താഴെ എല്ലാം എന്തെങ്കിലും ഇടുമ്പോ താഴെ സൂപ്പർ അങ്ങനെ ലൈക്ക് കിട്ടിയിട്ടില്ലേ മെസ്സേജ് അയക്കുക. ഹാപ്പി ബർത്ത്ഡേ പറയും 12 മണിക്ക്. അപ്പൊ പെട്ടെന്ന് റിപ്ലൈ. അപ്പൊ അവിടുന്ന് ആലോചിച്ചു അവിടുന്നൊക്കെ ശ്രദ്ധ പിടിച്ച് ആൾക്കാരെ സംസാരിച്ച് അങ്ങനെയുള്ള സൗഹൃദങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടായ്മയിൽ നിന്നുമാണ് ഇവരുടെ സിനിമകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ അവിടുന്ന് ഇപ്പൊ എല്ലാരും പറയും നമ്മുടെ കൊടുക്കുന്ന ഒരാളില്ല, നമ്മുടെ കൂടെ പുറത്ത് കഴിവുണ്ട്. പുറത്ത് കഴിവുള്ള ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഹിറ്റടിച്ച് സിനിമ ചെയ്യുമ്പോ ഈ പറയുന്ന ആൾക്കാരെല്ലാം ഇപ്പൊ സിനിമ കാണുന്നുണ്ടോ? കണ്ടേ? കണ്ടു, കുറച്ചു കണ്ടു. ശാന്തിമാമനെ ഇപ്പൊ കാണുമ്പോ എന്റെ മനസ്സിലൂടെ ഓടുന്നത് മരുഭൂമിയുടെ മഴയായിരിക്കും. ലാലേട്ടന്റെ പിൻഗാമി എന്നുള്ള സിനിമയിലെ ഒരു താരാട്ടുപാട്ടാണ് വെണ്ണിലാവു ചന്ദനമോ എന്നുള്ള പാട്ട്. അതുപോലെ ഒരുപാട് നല്ല ഡെപ്ത് ഉള്ള പാട്ടുകളിൽ സിനിമയുടെ ഒരു നിർണായക സമയത്ത് വരുന്ന നല്ല ഡെപ്ത് ഉള്ള പാട്ടുകൾ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ്. അത്തരം പാട്ടുകളിൽ അഭിനയിക്കുമ്പോൾ, പ്രത്യേകിച്ച് നല്ല നല്ല പാട്ടുകളിൽ അഭിനയിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈ സിനിമയിൽ തന്നെ ഒരു ഹിന്ദി സോങ് ഉണ്ട്, അത് യൂട്യൂബിൽ വളരെ വലിയ ഹിറ്റാണ്. വിജയരാഘവൻ സാറിന്റെ ഒപ്പമുള്ള ഗോവിന്ദ് വസന്തയുടെ ഒരു സോങ്. യെസ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആണ്. ഈ മ്യൂസിക് വരുമ്പോ, പാട്ട് വരുമ്പോ ഇത്രത്തോളം മനോഹരമായിട്ട് അഭിനയിക്കാൻ പറ്റുന്നത് മ്യൂസിക്കിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യമുള്ളതുകൊണ്ടാണോ? ഇല്ല, അഫ്കോഴ്സ് പാട്ട് എന്ന് പറയുന്നത് ചെറുതിലെ ഞാൻ 4 കൊല്ലം കർണാട്ടിക് മ്യൂസിക് പഠിച്ചതാണ് ഞാൻ. സോ നാച്ചുറലി ചെറുതിൽ മുതൽ എനിക്ക് മ്യൂസിക്കിനോട് വലിയ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനേക്കാളും കുറച്ച് താല്പര്യം കൂടുതൽ ഡാൻസിനോട് ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഡാൻസിലായിരുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷെ അതിനുശേഷം കുറേ പാട്ടുകൾ എനിക്കത് ഹെൽപ്പ് ചെയ്തു അഭിനയിക്കുമ്പോഴൊക്കെ. പക്ഷേ ആക്ച്വലി മോശം നമ്മൾ പാട്ടൊന്നും വെച്ചിട്ടല്ല ആ ഷോർട്സ് എടുത്തത്, പാട്ട് അതിന് ശേഷമാണ് വന്നത്. എനിക്ക് തോന്നുന്നു ഗോവിന്ദ് എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ടായിരിക്കും ആ പാട്ട് ഉണ്ടാക്കിയത്. ആ പാട്ട് ആക്ച്വലി ഒരു ഒപ്പന പാട്ട് എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം നമുക്ക് കൺസീവ് ചെയ്തിരുന്നത്. അവിടെ പ്ലേ ചെയ്തിരുന്ന ഒപ്പന പാട്ടായിട്ടല്ലായിരുന്നു. പിന്നെ അതിൽ ഫുട്ടേജ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഫുട്ടേജ് ആയിട്ട് തോന്നി. അപ്പൊ അത് ഒപ്പന പാട്ടിൽ ഒതുക്കാതെ ഒരു പ്രോപ്പർ സോങ് ആക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അത് പിന്നെ അതൊരു ഹിന്ദി പാട്ടായി വരികയും ചെയ്തു. വളരെ ഒരു ബ്യൂട്ടിഫുൾ സോങ്. ഇൻഫാക്ട് നമ്മൾ കുറെ വീഡിയോസും പിന്നെ കണ്ടു. ഒത്തിരി പേര് ദേ ഹാവ് ലൈക്ക് റിയൽ ലൈഫിൽ അവർ അതിന് ഉൾക്കൊണ്ട് ആ ഒരു നല്ല ഭംഗിയുള്ള പാട്ടാണെന്ന് പറഞ്ഞിട്ട് ഹൗ ദേ റിയലി ആ മീനിങ് ഒക്കെ എന്താ പറയുക അവർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ. സോ സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഷോർട്സ് മോൺടാജ് പോലെ എടുത്തിട്ടേ ഉള്ളൂ ഡയറക്ടർ. ഞങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഈ മഴ ഉണ്ടാവും, ഇങ്ങനെ ഇറങ്ങണം, ഇങ്ങനെ അത്രയും സ്നേഹം അങ്ങനെ ഉണ്ടാവുന്ന ഒരു കപ്പിളാണ്. സോ ആ ഒരു ഇതേവരെ മഴ കണ്ടിട്ടില്ല, ഞാൻ കുറേ കാലമായി മറ്റേ മരുഭൂമിയിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് മഴ വരുമ്പോൾ ഇങ്ങനെ കുറേയൊക്കെ മാറ്റി അങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ കുറേ എന്താ പറയാ ജസ്റ്റ് ഞങ്ങൾ ആസ് സീനിയർ ആക്ടേഴ്സ് എന്നാണോ എന്താണെന്നറിയില്ല, കുറേ ഒരു മോണ്ടാജ് പോലെ എടുത്ത സോങ്ങാണ്. ബട്ട് അതർവൈസ് സോങ്സിൽ ഞാൻ ആദ്യ വസന്തമേ പോലത്തെ പാട്ടുകളൊക്കെ വരുമ്പോൾ വീണയൊക്കെ വായിക്കുമ്പോൾ അത് ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു സീ ദാറ്റ് ആ ഒരു കറക്റ്റ് ഇതിൽ നമ്മൾ ഫിംഗേഴ്സ് മൂവ് ചെയ്യുന്നു. കാരണം ഹൈ ശ്രുതി വരുമ്പോൾ അങ്ങോട്ട് പോയിടാതെ ഇങ്ങോട്ട് നോക്കണം എന്നൊക്കെ. പക്ഷെ ചില സമയത്ത് അത് പടം വരുമ്പോൾ അത് വേറെ മ്യൂസിക് ആയിരിക്കും ഇടുന്നത്, അപ്പോൾ തിരിഞ്ഞു പോകും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മ്യൂസിക്. സോ മേ ബി ദാറ്റ് പ്രൊജക്ട്. വിഷ്ണു ബ്രോന്റെ ഒരു ഇന്റർവ്യൂല് പുള്ളിയുടെ ഒരു ഇന്റർവ്യൂല് മാം ഒരു പാട്ട് പാടി കേട്ടിരുന്നു, ഒരു ഹിന്ദി സോങ്, ഒരു പാട്ട് ഞാൻ എടുത്ത് കണ്ടത്, ഒരു പാട്ട് പാടില്ലേ? അതെ മാം അതെ ഇത് ചാനൽ അതെ മാം ഒരു പാട്ട് പാടാവോ? ഒരു പാട്ട് ഈ പടത്തിലെ തന്നെ ഒരു പാട്ട് പാടാം, മറ്റേ ഹിന്ദി പാട്ട്
അല്ല ഈ പടത്തിൽ നല്ല ദാസ്താൻ എനിക്ക് ആ വേർഡിങ്സ് കറക്റ്റ് അറിയില്ല, പക്ഷേ ഐ തിങ്ക് ഹി ക്യാൻ സിംഗ്. മാമോട് ചേർന്നൊരു പാട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് പാടും? രണ്ടുപേരും അന്ന് പോഡ്കാസ്റ്റിൽ പാടിയ പാട്ടാണോ? അത് ഹിന്ദി പാട്ടാണ്. എല്ലാവരും ചീത്ത വിളിക്കും ഹിന്ദി പാട്ട്. ഇല്ലില്ല, പാടിക്കണം. लग जा गले की फिर हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा ആക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ കൊണ്ട് സിനിമാറ്റിക്കലി എലിവേറ്റ് ആവുന്ന മൊമെന്റ്സ് ഉണ്ടാവുമല്ലോ, അവരുടെ സ്ക്രിപ്റ്റിലല്ലാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഇംപ്രവൈസേഷൻ കൊണ്ടൊക്കെ. ഇപ്പോൾ ഒരു പോപ്പുലർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാസ്റ്റർ എന്നുള്ള പടത്തിന്റെ ഇന്റർവെല്ലില് വിജയുടെ ഡയലോഗ് പറയുന്നതിൽ അവിടെ വരുത്തിയൊരു മാറ്റമുണ്ട്. അത് ഭയങ്കര തിയേറ്ററിക്കലി വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ വിജയ് സേതുപതി ഓൾറെഡി സ്ക്രിപ്റ്റ് ഒക്കെ സ്വന്തമായിട്ട് എഴുതിയാണ്, അങ്ങനെ ഒരു സെൻസും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആളുടെ കൂടെയാണല്ലോ ഇപ്പോൾ ധ്യാൻ ചേട്ടൻ എന്നുള്ള രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമാറ്റിക്കലി എലിവേറ്റ് ആയ മൊമെന്റുകൾ ഉണ്ടായിരുന്നു വളരെ. നേരത്തെയൊക്കെ ധ്യാൻ സംസാരിക്കുമ്പോഴും ലുക്ക് സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞു ഡയറക്ടർ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. ആക്ച്വലി ഇവരുടെ അടുത്ത് എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ധ്യാൻ ഫസ്റ്റ് ഷോട്ട് വെക്കുന്നു, ധ്യാൻ സാധനം തരുമ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആവണം. എനിക്ക് വേണ്ടതിനേക്കാൾ മുകളിലാണ് ധ്യാൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയി, ഞാൻ ഇതാണോ എനിക്ക് വേണ്ടത്? ഞാൻ വീണ്ടും റീടേക്ക് എടുക്കുന്നു, പക്ഷേ ധ്യാൻ ഫസ്റ്റ് തന്നതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നു. അപ്പോൾ ധ്യാൻ പറയുന്നു ഞാൻ പറഞ്ഞതാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, പക്ഷെ എനിക്ക് ധ്യാൻ തന്നതാണ് ഈ സിനിമയിൽ മുഴുവൻ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ധ്യാനോട് പോയി ചോദിച്ചതും ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും എന്തിനാണ് ബ്രോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയധികം ഞാൻ ഈ ഗോവിന്ദനോട് ഇതിനിടയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പേടിയായിരുന്നു ധ്യാനിന്റെ ഈ നെഗറ്റീവ് ഷെയ്ഡ് മാറിയിട്ട് ആളുകൾ. പ്രകാശൻ പറക്കട്ടെ എന്ന് പറയുന്ന ഒരു സീക്വൻസ് പടത്തിൽ ചെറിയ സീക്വൻസിൽ മാത്രമാണ് ചെറുതായിട്ടെങ്കിലും ധ്യാൻ ചേട്ടൻ ഒരു വില്ലനിസം ഒക്കെ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഇപ്പോൾ യൂട്യൂബ് സ്പേസിലായാലും എല്ലാ സ്ഥലത്തായാലും ഹാപ്പി ആയിട്ടേ കണ്ടിട്ടുള്ളൂ. ഹാപ്പി സ്പേസ് ആണ് അവൾക്ക് കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു വേറെ രീതിയിലൊരു കാര്യം വർക്കൗട്ട് ആ ഐഡിയ എങ്ങനെ ക്രാക്ക് ആയി? ഇല്ല, അങ്ങനത്തെ ഒരാളിൽ നിന്ന് അങ്ങനെ ഇപ്പം ബേസിലിനെ കൊണ്ട് നമ്മൾ ഇമോഷൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആണ്. അത് തന്നെയാണ് റിഫ്ലക്ട് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ അഗ്രസീവ് ആയി കഴിഞ്ഞാൽ എത്രമാത്രം ഉണ്ടാവും, അത് തന്നെയുള്ളൂ അതിൻ്റെ ഒരു. ശാന്തികൃഷ്ണ മേനോട് ഒരു ചോദ്യമാണ്, ഇത് പൊതുസമൂഹത്തിൽ ചോദിക്കാമെന്ന് കരുതി. കാരണം ഇപ്പം നവരാത്രി ആഘോഷങ്ങൾ നടക്കുകയാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തില്. അപ്പം അവിടെ ചെന്ന മാധ്യമപ്രവർത്തകരും മലയാളികളും ഒക്കെ കാണുന്നത് അവിടുത്തെ ക്ഷേത്ര മണ്ഡപത്തില് മാമിന്റെ ഫോട്ടോ, ഡോക്ടർ വസുന്ധര ദേവി സൗത്ത് ഇന്ത്യൻ പ്ലേബാക്ക് സിംഗറിന്റെ പരിപാടി വൈകിട്ട് 7 മണിക്ക് നടക്കും എന്നൊരു ബോർഡ് കണ്ടു. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ശാന്തി മാം ഇവിടെ പേര് മാറ്റി വസുന്ധര ദേവിയാണോ, 7 മണിക്ക് പരിപാടിയുണ്ട്, ആൾക്കാരൊക്കെ കൂടി നേരത്തെ 5 മണിക്ക് അവിടെ കസേരയിലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. എന്താണ് സംഭവം? അവിടെ പാടാൻ ആരും വന്നില്ല. എന്തായിരുന്നു ആ സംഭവം? അത് സത്യം പറഞ്ഞാൽ ഒരു TV സീരിയലില് ഞാൻ ഒരു ഫസ്റ്റ് എപ്പിസോഡ് അവിടെ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ അതിനൊരു ക്യാമിയോ ചെയ്യുന്നതാണ്, ഒരു വലിയൊരു സിംഗറായിട്ട്. അതാണ് ഈ വസുന്ധര ദേവി. അപ്പൊ അതിന്റെ ഫ്ലെക്സ് അത് പിന്നീട് പ്രൊഡ്യൂസർ അതിനെ അവർക്ക് വേഗം ടെക്സ്റ്റ് ചെയ്ത്, മാം നിങ്ങളുടെ ഫ്ലെക്സ് ഉണ്ട്, വസുന്ധര എന്ന പേര് കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വസുന്ധര അത് ഫ്ലെക്സിന്റെ എത്ര പേരാണ്, അവരത് മാറ്റിയിട്ടില്ല ഷോർട്ട് എടുത്തു കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട്, വേറെ ഒന്നുമല്ല. സാറിന്റെ ഒരുപാട് പാട്ടുകൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ ഇന്ത്യ ലെവലിൽ സാറിനെ ഇഷ്ടംപോലെ സ്നേഹിക്കുന്ന ആൾക്കാർ. സാർ പറഞ്ഞ നേരത്തെ ഒട്ടും താല്പര്യമില്ലാണ് ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചത്. പിന്നെ സാറിന്റെ ഒരു സുഹൃത്ത് പോലെ പിന്നെ ഇതുപോലെ നല്ലൊരു ക്യാരക്ടർ പറഞ്ഞാൽ സാർ ചെയ്യും. ഒട്ടും താല്പര്യമില്ലാതെ അല്ല അഭിനയിച്ചത്, അഭിനയിക്കാൻ ഒട്ടും താല്പര്യമില്ല. ചെയ്യുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യാന്നുള്ള എത്തിക്സ് ഉള്ളതുകൊണ്ടാണ് പണി ചെയ്യുന്നത്, കറക്റ്റായിട്ട് ചെയ്യുന്നത്.
ഇനി അഭിനയിക്കാൻ താല്പര്യമില്ല, പക്ഷെ ഇതുപോലെ കൺവിൻസ് ചെയ്യപ്പെടുമെന്ന് എനിക്കറിയില്ല നാളത്തെ. നിങ്ങൾ പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറ് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് ഒട്ടും ഫീൽ ചെയ്യുക? ഒരു അത്യാവശ്യം സിനിമകളിലൊക്കെ ചെയ്തൊരു എക്സ്പീരിയൻസ്? ഞാൻ ഇതിന് ഒരു പടം ചെയ്തിട്ടുണ്ട്, ഒരു 6-7 കൊല്ലം മുമ്പ്, 8-9 കൊല്ലം മുമ്പ്, സോളോ എന്നിട്ട് പടം ടീക്കിന്. അത് ഞാൻ മ്യൂസിക് ചെയ്ത പടം തന്നെ. അത് ഇതുപോലെ ബിജോയ് ഈസ് വെരി ക്ലോസ് ഫ്രണ്ട്, അങ്ങനെ അഭിനയിച്ചതാണ്. എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക എക്സൈറ്റ്മെന്റ് തോന്നിയില്ല. നല്ല പടത്തിൽ നല്ല ഇതായിട്ട് വർക്കായി ആ സീനും തോന്നിയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. വള ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്ത് തന്നെ ഡിസൈൻ ചെയ്തത് ധന്യ എന്ന് പറഞ്ഞിട്ടുള്ള കോസ്റ്റ്യൂം ഡയറക്ടറാണ്. ധന്യയാണ് വള ഡിസൈൻ ചെയ്തിട്ടുള്ളത്. രവിയോടാണ്. ഒരുപാട് പേർക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ട് സിനിമകളിൽ. അപ്പോൾ ആദ്യമായിട്ടാണ് സ്വന്തം ശബ്ദത്തിൽ വളയിൽ അഭിനയിക്കുന്നത്. ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഫേമസ് ആയിട്ടുള്ള ഇവരുടെ ശബ്ദങ്ങൾ ഇമിറ്റേറ്റ് കൂടുതൽ ചെയ്യാം. അതെല്ലാം കൊടുത്തതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മനസ്സിലുണ്ടായിരുന്നു? സത്യമായിട്ടും ഡയലോഗ്സ് എനിക്ക് അമ്മയ്ക്കുള്ള പ്രശ്നം ഡയലോഗ്സ് അങ്ങനെ ഓർത്ത് വെക്കാറില്ല. ഒരു സീൻ കഴിഞ്ഞാൽ പിന്നെ അത് മറന്നാലേ അടുത്തതിലേക്ക് പോകാൻ പറ്റൂ. സോ നമ്മൾ ഒരു ദിവസത്തിലല്ലേ ഡബിങ് ചെയ്യാം. എനിക്ക് ഡബ് ചെയ്യുമ്പം എനിക്ക് ഹോസിയും ഇടയ്ക്കിടയ്ക്ക് ഡബ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് നയൻതാര ഓർമ്മ വരുന്നത്, മറ്റേ ഡയലോഗ് ഓർമ്മ വരുന്നത്. സോ അങ്ങനെ കുറച്ച് കൺട്രോൾഡായിട്ട് ചെയ്യണം എന്നുള്ളൊരു കോൺഷ്യസ്നെസ് എപ്പോഴും ഉണ്ടാവും. കുറച്ച് ഡിഫിക്കൽട്ടാണ് അത് ആക്ച്വലി. കാരണം കുറേ ആൾക്കാർക്ക് ഡബ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ വോയിസ് ചേരുന്നില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. സോ വിൽ ട്രൈ ടു ബാലൻസ്. അമ്മയുടെ ശബ്ദമായിട്ട് ഭയങ്കര സാമ്യം തോന്നുന്നുണ്ട്. അപ്പൊ അമ്മ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ട് സ്വന്തമായിട്ട് അഭിനയിക്കുമ്പോൾ സൗണ്ടിൽ വരുത്തേണ്ട മൂന്ന്? അമ്മ എന്നെക്കാളും കൂടുതൽ അമ്മയ്ക്കാണ് പ്രശ്നം. അമ്മയ്ക്ക് ഡബ് ചെയ്യുമ്പോൾ തന്നെ കുറേ മലയാളം റിവ്യൂസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ ദുൽഖറിന്റെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ കുക്കറമ്മ എന്നുള്ള ക്യാരക്ടർ, അയ്യോ എന്തിനായി പ്രായമുള്ള സ്ത്രീക്ക് കാവ്യ മാധവനെ ഡബ് ചെയ്യുന്ന ആള് ഡബ് ചെയ്തിട്ടില്ല. അമ്മയാണത് പീപ്പിൾ റിയലൈസ്. പിന്നെ വളരെ ലേറ്റായിട്ട് ആൾക്കാർ മനസ്സിലാക്കിയതല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഇഷ്യൂ. ഇന്നലെ സിനിമ കണ്ടപ്പോൾ പോലും 1-2 ആൾക്കാരെങ്കിലും ചോദിച്ചു നയൻതാരയുടെ വോയിസ് പോലെ ഉണ്ടല്ലോ. പിന്നെ അവർ റിയലൈസ് ചെയ്യുന്ന ആക്ച്വലി ഡബിങ് ആർട്ടിസ്റ്റ് ആണ് ഞാൻ എന്നുള്ളത്. സോ ഇറ്റ് ഈസ് എ പ്ലസ് ആൻഡ് മൈനസ് സംടൈംസ്. അടുത്ത ആഴ്ച കരം വരെയാണ് വിനീതേട്ടൻ്റെ ഗുണം. എങ്ങനെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. കുറെ കാലത്തിന് ശേഷമാണ് ഒരു ജോണർ ഷിഫ്റ്റിംഗ് വിനീതേട്ടൻ നടത്തുന്നത്. വിനീതേട്ടൻ്റെ പ്രതീക്ഷ എന്താ? എങ്ങനെയുണ്ട് ഒരു അനിയൻ എന്ന നിലയ്ക്ക്? ഞാൻ എന്താ പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. പ്രതീക്ഷ ഉണ്ട്. എനിക്ക് പ്രതീക്ഷയില്ലേ? അതിന് നിലക്ക് ഒന്നുമില്ല. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. അതേ പ്രതീക്ഷ നന്നായി വരട്ടെ. സാധനമില്ലേ? അടുത്ത ആഴ്ച ഷെയ്ൻ്റെ പടം ഉണ്ട്. അവൻ എനിക്ക് കഴിഞ്ഞ പോലെയാണ്. അപ്പം മൾട്ടി അതും കാണണം. എല്ലാം സിനിമകൾ നന്നായിട്ട്. ശീതൾ ഇപ്പൊ മലയാള സിനിമയിൽ ഒരു നായികയായിട്ട് അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ടൈറ്റ് കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡാണ്. നായികമാരുടെ ഓരോ സിനിമയിലും പുതിയ പുതിയ നായികമാരാണ്. ഒരു നായികയ്ക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് റോള് കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ ധ്യാൻ ചേട്ടനെ പോലെയൊക്കെ പെട്ടെന്ന് ഇവിടുന്ന് എല്ലാ സിനിമയിലും കാസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എത്രത്തോളം ഇൻസെക്യൂർ ആണ് ഈ ഒരു ഫീൽഡ്? അപ്പൊ ഈ ഒരു ഫീൽഡിൽ ഇൻസെക്യൂരിറ്റി വന്നാൽ വേറെ ഏതെങ്കിലും ഫീൽഡ് നോക്കി വെച്ചിട്ടുണ്ടോ? അതാണ് ചോദ്യം. കുറേ യൂട്യൂബ് ചാനലില്ലേ? അപ്പൊ കുറേ യൂട്യൂബ് ചാനലുണ്ട്, കുറേ മീഡിയ ഇല്ലേ? അതുപോലെ അവർക്കൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അതുണ്ടോന്നാ? എനിക്ക് ആ ഇൻസെക്യൂരിറ്റി ഇല്ല. കാരണം ഞാൻ അത് കൂടുതൽ ഓഡിഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇൻസെക്യൂർഡ് ആവേണ്ട ആവശ്യമില്ല. ഡെഫിനറ്റ്ലി എൻ്റെ വർക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് പടം കിട്ടും. അതിപ്പം ഞാൻ ചേട്ടനുള്ള ആള് അതിനുള്ള ടാലന്റുള്ള ആൾക്കാർ പടം കിട്ടുന്നത്. സോ ആ ടാലന്റ് എനിക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ആ പടം കിട്ടുന്ന ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇൻസെക്യൂർഡ് അല്ല. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. നേരത്തെ ചോദിച്ചാൽ ഞാൻ ധന്യ എന്ന് പറഞ്ഞു. ധന്യല്ല കേട്ടോ, രമ്യാണ്. കോസ്റ്റ്യൂം വളരെ ഡിസൈൻ ചെയ്ത്. ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ. കൊച്ചിയിലെ സീനത്ത് തിയേറ്റർ 9:30 ഷോ. കുറച്ച് ടിക്കറ്റും കൂടി എടുത്താൽ അതും കൂടി ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്. ബാക്കി കേരളത്തിലെ ഏകദേശം എല്ലാ തിയേറ്ററും വളരെ ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്. കൊച്ചി കംപ്ലീറ്റ് ഓറഞ്ച് ഹൗസ്ഫുള്ളായത് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ്, ഒപ്പം പ്രേക്ഷകർ തരുന്ന സപ്പോർട്ടാണ്. കേരളം കംപ്ലീറ്റ് ഓറഞ്ച് അലേർട്ട് ആയിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകർ ഈ കാണാത്തവരോട് എന്താണ് പറയാനുള്ളത്? അതാ തീർച്ചയായിട്ടും നമുക്ക് ഇതോടെ മൈൻഡപ്പ് ചെയ്യല്ലേ? 2 വാക്ക്
ഇതും കൂടെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. നാളെ ഇതേപോലെ ഹൗസ്ഫുൾ ആവട്ടെ, ഓറഞ്ച് ബ്ലൂബെറി ആവട്ടെ. പാർട്ട് 2 എന്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കും. സിനിമയ്ക്ക് നിങ്ങൾ ഓരോ പ്രേക്ഷകരെ ആവശ്യമാണ്, മാധ്യമ പ്രവർത്തകരെ ആവശ്യമാണ്. നിങ്ങൾ തരുന്ന വിജയം തന്നെയാണ് വളയുടെ വിജയം. അപ്പം വളയുടെ ഈ സക്സസ് പ്രസ് മീറ്റിൽ സഹകരിച്ച എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി. ഒപ്പം നമ്മുടെ ആർട്ടിസ്റ്റും ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ഒന്ന് പോസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം മോഹൻലാലാണോ മമ്മൂട്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെയാണ് ആ ചോദ്യം. എനിഡേ മെസ്സിയുടെ ഗവൺമെന്റ് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ട്രെയിൻഡ് ആയിട്ടുള്ള പ്ലെയർ അല്ലെങ്കിൽ ഏറ്റവും കഴിവില്ലാത്ത ഗോഡ് ഗിഫ്റ്റഡ് ആണ് മെസ്സി എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ക്രിസ്ത്യാന അങ്ങനെ ഗിഫ്റ്റഡ് അല്ല എന്ന് തോന്നിയിട്ടുണ്ട്, ട്രെയിൻഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ക്രിസ്ത്യാനാണ് ഏറ്റവും കൂടുതൽ. എനിക്ക് നെയ്മറാണ് ഇഷ്ടം. ലുക്ക് ഒരു ഹാർഡ് കോർ നെയ്മർ ഫാൻ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മെസ്സിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു എൻ്റെയും മൂസിം പരാരിയുടെയും ഒക്കെ ഒരു പക വീട്ടിലും കൂടെയാണ്. ഇല്ല, ആരും തോൽക്കുന്നില്ലല്ലോ അവിടെ. ഒരാൾ വീണ് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ ആർട്ട് ഡയറക്ടർ അർഷദ് നക്കൂത്തുണ്ട്. സിനിമയുടെ പല മേഖലകളുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളെല്ലാം അതിനുള്ള ഉത്തരം ദയവ് ചെയ്ത് നിങ്ങൾ മാറ്റുക. നമുക്ക് ഈ പ്രസ് മീറ്റ് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ സഹകരിച്ച എല്ലാവർക്കും നന്ദി.